ഇതിൽ ബ്രോൺസ് ഡയറക്ടർ എന്ന പിൻ ലെവൽ അച്ചീവ് ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും അറിയാം. സാധാരണ നമ്മൾ ടീമിലൊക്കെ ഒരു ബ്രോൺസ് ഡയറക്ടർ എന്ന് പറയുമ്പോൾ മാസം അവസാനം നെട്ടോട്ട് ഓടലുണ്ട്, ഓട്ടമായിരിക്കും. അവസാനത്തെ PV ഒക്കെ ഷട്ടർ അടച്ചതിന് ശേഷം നമ്മൾ ബില്ല് അടിയിലൂടെ ഇട്ട് കൊടുക്കണം. വെസ്റ്റീജിൻ്റെ ഷോപ്പ് എവിടെ ഉണ്ടോ അവിടെ ഷട്ടർ താത്തതിന് ശേഷം ബില്ല് അടിയിലൂടെ പൈസ ഇട്ട് കൊടുക്കലുണ്ട്, ക്വാളിഫിക്കേഷൻ ഉണ്ട്. പക്ഷേ ഇത് 15-ാം തീയതി 16-ാം തീയതി ആകുമ്പോൾ അദ്ദേഹത്തിൻ്റെ ക്വാളിഫിക്കേഷൻ കംപ്ലീറ്റ് ചെയ്തു. കഴിഞ്ഞ മാസം അദ്ദേഹം ഒരു 100 പോയിൻറ്റിൻ്റെ 120 പോയിൻറ്റിൻ്റെ ഷോർട്ടേജസിലാണ് ബ്രോൺസ് ഡയറക്ടർ വേണ്ടാന്ന് വെച്ചത്. 120 പോയിൻറ്റിൻ്റെ വെറും 120 PVയുടെ ഷോർട്ടേജസിൽ അദ്ദേഹം ബ്രോൺസ് ഡയറക്ടർ ഒഴിവാക്കിയ വ്യക്തിയാണ്. ഞാൻ പറഞ്ഞപ്പോൾ സാധാരണ എല്ലാവർക്കും ടെൻഷൻ ഉണ്ടാവില്ല. ഞാൻ ചോദിച്ചപ്പോൾ സാറിൽ അടുത്ത മാസം മതി സാറേ, കുഴപ്പമില്ല, നമുക്ക് വെയിറ്റ് ചെയ്യാം. എനിക്ക് ബ്രോൺസ് ഡയറക്ടർ മാത്രം പോരാ, നല്ല ടീം ബിൽഡിംഗ് ബോണസിലൂടെ അടുത്ത മാസം നല്ല വരുമാനം വാങ്ങിക്കണം എന്ന് അദ്ദേഹം പറഞ്ഞു. അത് അദ്ദേഹം 15-ാം തീയതിക്കുള്ളിൽ തന്നെ ബ്രോൺസ് ഡയറക്ടർ ആയി. ഇനി അദ്ദേഹത്തിന് ഇനിയും 13 ദിവസത്തോളം കിടക്കുകയാണ്. ടീം ബിൽഡിംഗ് ബോണസോടി നല്ലൊരു വരുമാനം അദ്ദേഹത്തിന് ഈ മാസം വാങ്ങിക്കാൻ സാധിക്കുന്നുണ്ടാവും. അത് ഞാൻ ആദ്യം അദ്ദേഹത്തിൻ്റെ കുറച്ച് ചെറിയൊരു ചോദ്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കിയെടുക്കാം. അദ്ദേഹത്തെ ആദ്യം ഒന്ന് പരിചയപ്പെടാൻ വേണ്ടി ഇൻവൈറ്റ് ചെയ്യാം. വെൽക്കം ഷാഹുൽ സാർ, അൺമ്യൂട്ടാക്കാവോ? ആദ്യം സാറിനെ ഒന്ന് പരിചയപ്പെടുത്തും, എല്ലാവർക്കും സാറിൻ്റെ സ്ഥലവും എല്ലാം ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കും, ബാക്കി ഞാൻ ചോദിക്കാം. ഗുഡ് മോർണിംഗ് ഓൾ. എൻ്റെ പേര് ഷാഹുൽ, സ്ഥലം കോഴിക്കോട്. ഉണ്ടോ? ഓക്കെ. ഷാഹുൽ സാർ ഈ ബിസിനസ്സിൽ വന്നിട്ട് എത്ര മാസമായി? ഞാൻ വന്നിട്ട് 4 മാസം ആവുന്നു സാറേ. 4 മാസമാണ്. വെസ്റ്റീജിൽ ജോയിൻ ചെയ്തതിന് മുന്നേ വേറെ എന്തെങ്കിലും ബിസിനസ് ചെയ്തിട്ടുണ്ടോ? ഞാൻ വേറെ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് കമ്പനിയിൽ കുറെ കമ്പനികൾ ചെയ്ത എക്സ്പീരിയൻസ് ഉണ്ട്. അദ്ദേഹം ഒരുപാട് നെറ്റ്വർക്ക് കമ്പനികളിൽ ഓൺലൈൻ ബിസിനസ് ചെയ്ത വ്യക്തിയാണ്. ഇപ്പൊ എന്തെങ്കിലും ജോലി ചെയ്യുന്നുണ്ടോ? ഇല്ല, ഞാൻ ഫുൾ ടൈമറായിട്ട് ഇതിൽ വർക്ക് ചെയ്യാണ്. ഫുൾ ടൈമായിട്ട് വെസ്റ്റീജ് ബിസിനസ് ചെയ്യുന്ന വ്യക്തിയാണ്. ഇതിലേക്ക് വന്ന സമയത്ത് സാധനം വാങ്ങിക്കാൻ പോലും ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കുറച്ച് സാധനം 1-2 ഐറ്റംസ്, കുറച്ച് ഐറ്റംസ് മാത്രം വാങ്ങിച്ചിരിക്കുന്നു. 16 PV എന്തുകൊണ്ട് അദ്ദേഹം സ്റ്റാർട്ട് ചെയ്തത്. വെറും 16 PVയുടെ പ്രൊഡക്റ്റ് വാങ്ങിച്ച് സ്റ്റാർട്ട് ചെയ്ത് ചെറിയ വളരെ തുച്ഛമായ ഒരു വരുമാനം, എനിക്ക് വന്ന് 30 രൂപ അങ്ങനെ എന്തോ, അതിൽ കുറവേ വാങ്ങിച്ചിരുന്നു. ഫസ്റ്റിലത്തെ ഇൻകം 30 രൂപ എന്തുവാണ് അല്ലേ? ശരി, എത്ര രൂപ ഫസ്റ്റ് ഇൻകം? 13 രൂപ. 13 രൂപ. ആദ്യത്തെ വരുമാനം 13 രൂപയായിരുന്നു. രണ്ടാമത്തെ മാസം എത്ര വന്നു? രണ്ടാമത്തെ മാസം 240 സാറേ. കഴിഞ്ഞ മാസം എത്ര വന്ന്? കഴിഞ്ഞ മാസം 2000-ന്റെ അടുത്ത് വന്നിട്ടുണ്ട്. അതിന് മുന്നത്തെ മാസം 2700 ഉണ്ട് അല്ലേ? മൂന്നാമത്തെ മാസം 4 മാസം അദ്ദേഹം ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. 13 രൂപ വാങ്ങിച്ചു. പിറ്റത്തെ മാസം 200 സംതിങ് രൂപ വാങ്ങിച്ചു. മൂന്നാമത്തെ മാസം 2700 വാങ്ങിച്ചു. കഴിഞ്ഞ മാസം കുറച്ച് കുറഞ്ഞു പോയി. പക്ഷേ ഇപ്രാവശ്യം അദ്ദേഹം നല്ലൊരു വരുമാനത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം ഈ 2026 ഡിസംബർ ആകുമ്പോൾ 1 ലക്ഷം രൂപ മാസ വരുമാനം വാങ്ങിക്കാൻ ലക്ഷ്യത്തിൽ പോകുന്നൊരു വ്യക്തിയാണ്. ഓക്കെ, സാറിന് എന്താണ് ഇതിന് ഷാഹുൽ സാറിന് എന്തെങ്കിലും പറയാനുണ്ടോ? നമ്മുടെ ടീമിലും വെസ്റ്റീജ് കമ്പനിയെ കുറിച്ചും എന്തെങ്കിലും ഒരു 2-3 വാക്കുകൾ സംസാരിക്കാൻ പറ്റും? വെസ്റ്റീജ് പറഞ്ഞ കമ്പനി ഇപ്പോൾ ഇന്ത്യയിൽ തന്നെ നമ്പർ 1 കമ്പനിയാണ്. ഞാൻ ഇത്രകാലം നെറ്റ്വർക്ക് ചെയ്ത് എക്സ്പീരിയൻസ് ഉള്ള ഇതിനെ കൊണ്ട് ഞാൻ പറയാണ്, നമ്പർ 1 പ്ലാനുമാണ്. ഇന്ത്യയിൽ വെച്ചിട്ട് നമ്പർ 1 കമ്പനിയാണ്. കാരണം ഈ മറ്റുള്ള കമ്പനികളൊക്കെ മറ്റേ പാക്കേജ് എടുത്ത് ജോയിൻ ചെയ്യുന്ന കമ്പനി ആകുമ്പോൾ നമുക്ക് ഒരിക്കലും ടീം ഡെവലപ്പ് ചെയ്യാൻ കഴിയില്ല. പക്ഷെ ഈ കമ്പനി എന്ന് പറഞ്ഞാൽ ഒരു പൈസ മുടക്കുന്നില്ല. നമ്മൾ ഷോപ്പ് ചേഞ്ച് ചെയ്യുന്നേ ഉള്ളൂ. നമ്മൾ ആവശ്യമുള്ളത് നമ്മളെ വീട്ടിലേക്ക് പർച്ചേസ് ചെയ്യാം. നമ്മൾ ഒരു കസ്റ്റമറായി നിന്നിക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് ഇതിൽ നല്ല ബെനിഫിറ്റ് കിട്ടും. പിന്നെ അതിലൂടെ തന്നെ നമ്മൾ ടീം ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഒരു എക്സ്ട്രാ ഒരു അൺലിമിറ്റഡ് വരുമാനം നമുക്ക് കിട്ടാനുള്ള ഒരു അവസരമാണ് നമ്മളെ മുന്നിലുള്ളത്. അപ്പം ഞാനിപ്പോ ഈ കമ്പനീന്റെ വർക്ക് കൊടുക്കാൻ വേണ്ടി ഒരു ബസ്സിന് പൈസ പോലും എനിക്ക് ചെലവായിട്ടില്ല. ഞാൻ ഈ കേരളത്തിൽ നിന്ന് എനിക്ക് 14 ജില്ലയിൽ നിന്ന് എനിക്ക് ടീം വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പിന്നെ എനിക്ക് നല്ല സപ്പോർട്ടാണ് ഷായ് സാറ്. പിന്നെ ഓൺലൈനാണ് ഫുള്ള് വർക്ക്. മറ്റുള്ള ഞാൻ വേറെ കമ്പനിയിൽ വർക്ക് ചെയ്യുമ്പോഴൊക്കെ എനിക്ക് ട്രിവാൻഡ്രം ഇവിടെയൊക്കെ വർക്ക് ചെയ്യണമെങ്കിൽ തന്നെ ഞാൻ എൻ്റെ ലീഡേഴ്സിനെ അവരെ ഫ്രീ ടൈം അനുസരിച്ച് മീറ്റിംഗ് സെറ്റ് ചെയ്യണം. അതുകൊണ്ട് തന്നെ നമുക്ക് ടീം ഫാസ്റ്റ് ആയിട്ട് ഡെവലപ്പ് ആയില്ല.
പിന്നെ അതേമാതിരി തന്നെ നമ്മള് വീട്ടിന്റെ ഒരു 10-12 കിലോമീറ്റർ ആണെങ്കിൽ തന്നെ നമ്മൾ അവിടെ പോയി ഒരാൾ പ്ലാൻ കൊടുക്കുമ്പോൾ തന്നെ ചിലപ്പോൾ ആ ആൾ അവിടെ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. ഫോൺ ചെയ്താൽ ചിലപ്പോൾ എടുത്തോളണമെന്നില്ല. അപ്പൊ നമ്മളെ ടൈം അവിടെ വേസ്റ്റ് ആണ്. പിന്നെ ഈ ഇതില് നമുക്ക് ഡയറക്റ്റ് ഓൺലൈനിൽ ഫുൾ ടൈം ആയിട്ട് വർക്ക് ചെയ്യുകയാണെങ്കിൽ തന്നെ നമുക്ക് ഫാസ്റ്റ് ആയിട്ട് നമുക്ക് ടീം ഡെവലപ്പ് ആവും. പിന്നെ പിന്നെന്ന് വെച്ചാല് നമുക്ക് കോണ്ടാക്ട് ഇല്ലാത്ത പ്രശ്നമാണെന്നുണ്ടെങ്കിൽ നമുക്ക് കോണ്ടാക്ട് നമ്മള് ഇപ്പം ആം, പൈസ കൊടുത്തിട്ട് വാട്സപ്പ് പ്രൊമോഷൻ ഒക്കെ ഉണ്ട്. നമ്മള് അതിലൂടെ നമുക്ക് ടീം ഉണ്ടാകും. കേരളത്തിൽ നിന്ന് നമുക്ക് കേരളത്തിലെ എല്ലാ ജില്ലയിൽ നിന്നും നമുക്ക് ടീം ഡെവലപ്പ് ആക്കി എടുക്കാൻ പറ്റും. ആഹ് അതന്നെ ഇതില് നമുക്ക് ഫാസ്റ്റ് ആയിട്ട് ടീം ഉണ്ടാക്കാൻ പറ്റും. പിന്നെ നമുക്ക് ടീം വർക്കാണ്, ഒറ്റക്കല്ല നമ്മള് വർക്ക് ചെയ്യണ്ടേ. എനിക്കൊന്നും പറയാനുള്ളൂ, ഇതില് വന്നവര് നമ്മൾ ലീഡേഴ്സിനായിട്ട് കമ്മ്യൂണിക്കേഷൻ ചെയ്യുമ്പോഴാണ് നമുക്ക് വിജയിക്കാൻ പറ്റുള്ളൂ. പിന്നെ നമ്മൾ ഫ്രീ ഉള്ള ടൈമിലൊക്കെ മീറ്റിങ്ങിലൊക്കെ അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക. എന്നാലാണ് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ പഠിക്കാനും പറ്റുള്ളൂ. അങ്ങനെ നമുക്ക് നല്ല രീതിയിൽ വരുമാനം ഉണ്ടാകാൻ പറ്റിയ ഒരു പ്ലാറ്റ്ഫോമാണ് നമ്മുടെ കയ്യിൽ കിട്ടിയത്. അത് നമ്മൾ മാക്സിമം നമ്മള് നമ്മൾ തിരിച്ചറിയുക. ഇതാണ് എനിക്ക് പറയാനുള്ളത്. താങ്ക് യു സാർ. താങ്ക് ഓക്കെ യു. ഷാഹുൽ സാറിൻ്റെ എക്സ്പീരിയൻസ് നമുക്ക് ഏകദേശം കുറേ ആൾക്കാർക്ക് മനസ്സിലാവില്ലേ. പല ആൾക്കാർക്കും കോണ്ടാക്ട്സ് ഇല്ല, ലിസ്റ്റ് ഇല്ല, നമ്മൾ പറയുന്ന ആൾക്കാർ ഇതിലേക്ക് വരുന്നുണ്ടാവില്ല. ഇതിൽ ഇമ്പോർട്ടൻസ് കാര്യം ഷാഹുൽ സാർ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ അപ്ലൈനായിട്ട് കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്നുള്ളതാണ്. ഇതിൽ പല ആൾക്കാർ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നിങ്ങൾ അപ്ലൈൻ മെസ്സേജ് അയക്കുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ടായി കാണുന്ന ആൾക്കാരെ കൂടുതലുണ്ടാവുക. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മുടെ മനസ്സിൽ അപ്ലൈൻ നമ്മളെ കോൺടാക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ഗുണമുണ്ടെന്ന് ചിന്തിക്കുന്നത് കൊണ്ടാണ്. കാരണം നിങ്ങൾക്കൊരു വരുമാനം വാങ്ങിച്ചു തരുമ്പോഴാണ് ആ അപ്ലൈൻ വിജയിക്കുന്നുണ്ടാവുക. നിങ്ങൾക്ക് വരുമാനം വാങ്ങിച്ചു തരുമ്പോൾ അപ്പോൾ അദ്ദേഹം അതിന് എത്ര വേണമെങ്കിലും പ്രയത്നിക്കാൻ തയ്യാറായിരിക്കും. ആ ഒരു തിരിച്ചറിവ് നിങ്ങൾക്കുണ്ടെങ്കിൽ, ഇവിടെ പല ആൾക്കാരും മനസ്സിലുള്ള ധാരണ ഞാൻ സാധനം വാങ്ങിക്കുമ്പം അയാൾക്ക് എന്തെങ്കിലും കിട്ടുമായിരിക്കും, അതുകൊണ്ടാണ് അദ്ദേഹം നമ്മളെ കോൺടാക്ട് ചെയ്യുന്നുണ്ടാവുക, ഞാൻ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് എന്തെങ്കിലും കിട്ടുന്ന ചിന്ത വരുന്നത് കൊണ്ടാണ്. ഇവിടെ വെസ്റ്റീജിൻ്റെ മാർക്കറ്റിംഗ് പ്ലാനിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, കൂടെ നിൽക്കുന്ന വ്യക്തിക്ക് വരുമാനം ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫ് ലോങ് വരുമാനമായി മാറാൻ സാധിക്കുന്നുണ്ടോ. അങ്ങനെയുള്ള മാർക്കറ്റിംഗ് പ്ലാൻ ആയതുകൊണ്ടാണ് വെസ്റ്റീജ് കമ്പനിയിൽ വിജയിക്കാൻ എളുപ്പമാണെന്ന് പറയുന്നത്. കാരണം നമ്മളെ ആരും ഒഴിവാക്കില്ല, ലീഡേഴ്സ് സപ്പോർട്ട് ചെയ്യാനുണ്ടാവും. പക്ഷേ നമ്മളുടെ ഒരു ഓർഗനൈസേഷൻ്റെ പ്രത്യേകത നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നല്ല രീതിയിൽ നമ്മുടെ ഓർഗനൈസേഷൻ എല്ലാ ലീഡേഴ്സും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അത് നല്ല ഉദാഹരണമാണ് ഷാഹുൽ സാറിൻ്റെ വലിയൊരു ടീം തന്നെ അദ്ദേഹത്തിനുണ്ട്. ഇപ്പം അദ്ദേഹം സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഈ 1,00,000 രൂപ മാസം വരുമാനത്തിലേക്ക് പോകാൻ ഡിസംബർ മാസം വാങ്ങിക്കാനുള്ള അതേ ലെവലിൽ തന്നെ എങ്ങനെയാണോ അദ്ദേഹത്തോട് പറഞ്ഞിരിക്കുന്നത് അതേ ലെവലിലാണ് അദ്ദേഹം വർക്ക് ചെയ്യുന്നത്. ആ ഓർഗനൈസേഷനെ വെച്ച് ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, എല്ലാവരും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നത് ആ ഒരു ടീമിൽ എനിക്ക് വലിയൊരു റോളൊന്നും ഇന്നതില്ല. എനിക്ക് ആ 2 മണിൻ്റെ പ്ലാൻ പ്രസൻറ്റേഷനിൽ അദ്ദേഹം കൊണ്ടുതന്ന ആൾക്കാർക്ക് ആ പ്ലാൻ പറഞ്ഞു കൊടുത്താൽ മാത്രം ചെയ്താൽ മതി, വേറെ ഒരു കാര്യം ചെയ്യേണ്ട ആവശ്യമില്ല. അവിടുത്തെ ആ ഭാഗത്തുള്ള പർച്ചേസിങ്ങിനെ കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യമില്ല, ID ക്രിയേഷൻ ചെയ്യാൻ ചിന്തിക്കേണ്ട, KYC കുറിച്ച് ചിന്തിക്കേണ്ട, ആരെങ്കിലും ഒരു ഷോപ്പിൻ്റെ നമ്പർ വയ്ക്കുന്ന അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട, ഒരു കാര്യം ആ ഭാഗത്ത് നോക്കണ്ട. അദ്ദേഹത്തിൻ്റെ ടീമിൽ ആരെങ്കിലും പ്ലാനിലേക്ക് വന്നാൽ ആ പ്ലാൻ കേട്ട് കഴിഞ്ഞാൽ അവരുടെ പേരുകളെല്ലാം എഴുതി വെച്ച് അദ്ദേഹത്തിൻ്റെ നമ്പർ നോട്ട് ചെയ്ത് വെച്ച് അവരെ ഫോളോ അപ്പ് ചെയ്ത് ആ ടീമിന് എല്ലാ സപ്പോർട്ടും ചെയ്തു കൊടുക്കുന്നത്. നമ്മളുടെ ടീമിൽ പല ആൾക്കാരും ലിങ്ക് ഷെയർ ചെയ്ത് കൊടുത്ത ആൾക്കാരും ഇതിൽ കയറില്ല, മീറ്റിങ്ങിലേക്ക് വരില്ല. അങ്ങനെയൊക്കെ ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടാവും. പക്ഷെ അദ്ദേഹം ഞാൻ ഇന്ന് നിങ്ങൾ മീറ്റിംഗ് കയറേണ്ട, നിങ്ങളെ ക്ലോസിങ്ങിൽ നിങ്ങൾ മന്തിൻ്റെ കഴിഞ്ഞ മാസം ബ്രോൺസ് ഡയറക്ടർ ആയിരുന്നു, 100 PV ഷോർട്ടേജസ് ഉള്ളൂ, ഇന്ന് ഫുൾ ടൈം ഉണ്ട് സാറിന്ന് മീറ്റിംഗ് കയറേണ്ട, ആ 100 PV കൊണ്ട് വർക്ക് ചെയ്ത ഞാൻ സമയത്ത് അദ്ദേഹം മീറ്റിങ്ങിൽ കയറി ആൾക്കാരുടെ ലിസ്റ്റൊക്കെ എടുത്തിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ക്വാളിഫിക്കേഷൻ വർക്ക് ചെയ്തിട്ടില്ല. ഇപ്പോഴും ക്വാളിഫിക്കേഷനോട് ഞാൻ അദ്ദേഹത്തിൻ്റെ പോസ്റ്റ് ഉണ്ടാക്കിയ സമയത്ത് കുറേ കാര്യങ്ങൾ അങ്ങോട്ട് ചോദിച്ച സമയത്ത് അദ്ദേഹം പറഞ്ഞത് എൻ്റെ ഡൗൺലൈൻസിൻ്റെ ഒരാളുടെ ഫാസ്റ്റായിട്ട് 8% ഫോട്ടോ ഉണ്ടാക്കാൻ വേണ്ടി ഇങ്ങോട്ട് പറയാം. അദ്ദേഹത്തിൻ്റെ പോസ്റ്റിനെ കുറിച്ചോ അദ്ദേഹത്തിൻ്റെ ക്വാളിഫിക്കേഷനെ കുറിച്ചോ അദ്ദേഹം ചിന്തിക്കാറേ കാണുന്നില്ല. വളരെ എനിക്ക് എക്സൈറ്റഡ് തോന്നി. അത് വളരെ കമ്മിറ്റഡ് ആയ ലീഡറാണ് അദ്ദേഹം. ഞാൻ ഈ പറഞ്ഞ ഡിസംബറിൽ 2025 ഡിസംബർ ആകുമ്പോൾ അദ്ദേഹത്തിൻ്റെ 1 lakh ഇൻകം വാങ്ങിക്കാൻ യാതൊരു വിധ ബുദ്ധിമുട്ടും അദ്ദേഹത്തിനില്ല. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, അദ്ദേഹത്തിൻ്റെ ഓർഗനൈസേഷനിൽ ആരെങ്കിലും ഈ മീറ്റിംഗ് കേൾക്കുന്നുണ്ടെങ്കിൽ കൂടെ നിന്ന് കൊടുത്താൽ മതി. കാരണം നിങ്ങളുടെ വരുമാനം കൂട്ടിയാൽ മാത്രമേ ആ 1,00,000 രൂപ എത്തിക്കാൻ അദ്ദേഹത്തിന് പറ്റുള്ളൂ. അത് നിങ്ങളല്ലെങ്കിൽ വേറൊരു വ്യക്തി അദ്ദേഹം കണ്ടെത്തി വർക്ക് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ കൂടെ കൈ കൊടുക്കുക, എല്ലാ ദിവസവും അദ്ദേഹത്തിനോട് സപ്പോർട്ട് ചെയ്യുക. അദ്ദേഹത്തിന് ആവശ്യമുള്ള കാര്യങ്ങൾ നിങ്ങളും കൂടെ ചെയ്തു കൊടുക്കുകയാണെങ്കിൽ പണി എളുപ്പമാണ്. കുറേ കാര്യങ്ങൾ അദ്ദേഹത്തിന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ, എന്തെങ്കിലും നിങ്ങളെ കൊണ്ട് ചെയ്തു കൊടുക്കാൻ പറ്റുമെങ്കിൽ അത് ചെയ്തു കൊടുക്കുക.
അതൊക്കെ ബാക്കിയുള്ള ഇമ്പോർട്ടൻസ് ആയ കാര്യങ്ങൾ അദ്ദേഹം നിങ്ങൾക്ക് ചെയ്തു തരുന്നുണ്ടാവും. അപ്പോൾ ഒക്കെ എല്ലാവർക്കും അദ്ദേഹത്തിന് ഒരു കൺഗ്രാജുലേഷൻ കൊടുക്കാം. അടുത്ത ഞാൻ ഇൻവൈറ്റ് ചെയ്യാൻ പോകുന്ന വ്യക്തി എന്ന് വെച്ചാൽ എനിക്ക് ഏറ്റവും സന്തോഷമുള്ള ദിവസമാണിന്ന്. നമ്മുടെ ഓർഗനൈസേഷനിൽ ഞാൻ കാർ ഫണ്ട് അച്ചീവറായി വളരെ കഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ കാർ ഫണ്ട് അച്ചീവറായി, വളരെ കഷ്ടപ്പെട്ടിട്ട്. അതും ഈ പറഞ്ഞ പോലെ ഷട്ടർ അടച്ചതിന് ശേഷം രാത്രി 12 മണിക്ക് മെയിൽ അയച്ചിട്ട് മനോജ് സാറിനെ കൊണ്ട് ബില്ല് അടുപ്പിച്ചിട്ടാണ് ഞാൻ കാർ ഫണ്ട് അച്ചീവറായത്. അതും കുറച്ച് കയ്യിൽ നിന്നൊക്കെ പൈസ ഇട്ട് ചിലവാക്കിയിട്ട് പർച്ചേസ് ചെയ്തിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ എൻ്റെ ഓർഗനൈസേഷൻ സുരേഷ് രാജു, ദുബായിലുള്ള സുരേഷ് സാറും അശ്വിനി മാഡവും അവരും ഇതിൽ കാർ ഫണ്ട് അച്ചീവറാണ്. അവർ കാർ ഫണ്ട് അച്ചീവർ ആവുന്ന സമയത്തും കുറച്ച് ടൈം ആയിട്ട് നല്ല കഷ്ടപ്പെട്ട് ലാസ്റ്റ് ദിവസം വരെ കാത്തിട്ടുണ്ടെന്നിട്ട് ഇന്ന് 18 ആയതേ ഉള്ളൂ. എനിക്ക് കിടക്കുന്ന കുറേ ദിവസം. ഇന്ന് ടീം മീറ്റിന് മുന്നേ കാർ ഫണ്ട് അച്ചീവർ ആണെന്നിട്ട് കാർ ഫണ്ട് അച്ചീവർ ആയിരിക്കുന്ന വ്യക്തിയാണ് ഭീമ മാഡം. അതും ക്ഷമ എന്ന് വെച്ചാൽ നല്ല ക്ഷമയുണ്ട്. കാരണം ഭീമ മാഡം ബിസിനസ്സിൽ വരുന്ന സമയത്ത് എനിക്ക് വലിയ ടീം വേറെ ഉണ്ടായിരുന്നു, വലിയൊരു ഓർഗനൈസേഷൻ എനിക്കുണ്ടായിരുന്നു. ആ സമയത്ത് ഭീമ മാഡത്തിന് ആരും ഓർഗനൈസേഷൻ ഇല്ല, ടീമിൽ ആരും ജോയിൻ ചെയ്ത ആൾക്കാർ, പ്ലാൻ കേട്ട ആൾക്കാർ, ഐഡിയ എടുക്കാൻ പിന്നെ വിളിച്ചാൽ കോൺടാക്ട് ചെയ്യില്ല. ഒത്തിരി ആൾക്കാർക്ക് പ്ലാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. എനിക്കൊന്ന് 1000-ൽ കൂടുതൽ ആൾക്കാർ പ്ലാൻ കേട്ട് വെറുതെ പോയ ആൾക്കാരുണ്ട്. ക്ഷമ എന്നിട്ടും നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. എൻ്റെ വലിയ ടീമൊക്കെ നന്നായി വളർന്ന് നല്ല വരുമാനം വാങ്ങിച്ചുകൊണ്ടിരുന്നു. തായ്ലൻഡ് ട്രിപ്പ് അച്ചീവ് ആവുന്ന ടീമൊക്കെ എനിക്കുണ്ടായിരുന്നു. ആ സമയത്തും ആരും കൂടെ നിൽക്കുന്നില്ല എന്ന വിഷമത്തിൽ ഇങ്ങനെ സൈലൻ്റ് ആയിട്ട് ഒതുങ്ങിയുന്ന വ്യക്തി ക്ഷമയോടെ കാത്തിരുന്നു. ആ ഒരു വിശ്വാസം ഉള്ളിലുണ്ടായിരുന്നു, ഇന്നല്ലെങ്കിൽ നാളെ ഞാൻ വിജയിക്കുന്നുള്ളത്. അത് വെസ്റ്റീജിലൂടെ തെളിയിച്ച ഒരു പവർഫുൾ ലീഡറാണ് ഭീമ മാഡം. കുറച്ച് കാര്യങ്ങളൊക്കെ ഭീമ മാഡം നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ടാവും. വെസ്റ്റീജിലൂടെ ആരോഗ്യം, അതോടൊപ്പം തന്നെ ലക്ഷറി ലൈഫ്, ഇഷ്ടപ്പെട്ട കാർ വാങ്ങിക്കാനുള്ള ആ ഒരു ഫണ്ട്, കാർ ഫണ്ട് എന്ന് പറഞ്ഞാൽ ജീവിതകാലം മുഴുവനും നിലക്കാത്ത ഇൻകമാണ്. അവരെല്ലാ മാസം 10-ാം തീയതി എന്നൊരു ഡേറ്റ് ഉണ്ടെങ്കിൽ അവരുടെ അക്കൗണ്ടിൽ കാറിൻ്റെ EMI വരുന്നുണ്ടാവും. എത്ര കാർ വാങ്ങിച്ചൊന്നും അത് നോക്കില്ല. എത്ര കാർ വേണമെങ്കിലും വാങ്ങിക്കാം, EMI കണ്ടിന്യൂ വന്നുകൊണ്ടിരിക്കുന്നുണ്ടാവും. അപ്പോൾ ആ ലെവലിലേക്കുള്ള ഒരു അച്ചീവ്മെൻറ്റ്സ് നേടാൻ സാധിച്ച കാർ ഫണ്ട് അച്ചീവറുമാണ്. ട്രാവൽ ഫണ്ട് അച്ചീവറായി ഇനി ഒരു ഹൗസ് ഫണ്ട് അച്ചീവർ വാങ്ങിക്കാനുള്ളൂ. അതിലേക്ക് അവർ പോകാൻ സാധിക്കും. അതിനുള്ള ടീം സെറ്റാക്കിയിട്ടുണ്ട്. വളരെ വണ്ടർഫുൾ ആയിട്ട് വലിയൊരു ടീമിനെ ഹോൾഡ് ചെയ്യുന്നത്. ഇപ്പം ഷാഹുൽ സാറിൻ്റെ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ ഭീമ മാഡത്തിൻ്റെ ടീമിൽ കുറച്ച് കാലം മുന്നേ ആണെങ്കിൽ ഞാൻ ആ ടീമിൽ ലോക്കായി പോയ വ്യക്തി, കുടുങ്ങി പായിൽ എന്ന് വെച്ചാൽ കുളത്തിലെ പാവി ഉണ്ടാവില്ലേ, അതിൽ കാല് കുടുങ്ങി കഴിഞ്ഞാൽ പൊങ്ങി വരാൻ പറ്റാത്ത അവസ്ഥ, ആ അവസ്ഥയിൽ ടീമായിരുന്നു എനിക്കത്. ഇന്ന് എനിക്ക് ആ ഭാഗത്ത് അത്യാവശ്യം കുറച്ച് കാര്യങ്ങൾ മാത്രം മോണിറ്റർ ചെയ്താൽ മതി. ആ ഭാഗത്ത് പോകേണ്ട ആവശ്യമില്ല. ആ ഭാഗം സേഫായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഭീമ മാഡത്തിൻ്റെ ടീമിൽ. ഇന്നിപ്പോൾ ഞാൻ ഈ മാസം പർച്ചേസിങ് ചെയ്ത എനിക്ക് 1-2 പർച്ചേസിങ് മാത്രമേ ആ ടീം ചെയ്തു കൊടുത്തിട്ടുള്ളൂ. ബാക്കി എല്ലാ കാര്യങ്ങളും ആ ടീമിൽ തന്നെ നടക്കാം. ഇവിടെയാണ് നമ്മൾ പാസീവ് ഇൻകം എന്ന് പറഞ്ഞത്. ഇപ്പോൾ ഭീമ മാഡത്തിൻ്റെ ടീമിൽ നിന്നും ഞാൻ സേഫായി മാറി വരുവാണ്. ഇത് നേരെ ഡ്യൂപ്ലിക്കേഷൻ താഴെ ചെയ്ത് കൊടുക്കും. ഭീമ മാഡത്തിൻ്റെ ടീമിൽ താഴോട്ട് സുഷിത മാഡം ചെയ്യുന്നുണ്ട്. അതുപോലെ ഷമിന ടീച്ചർ ഓർഗനൈസേഷൻ വളരെ ഗംഭീരമായിട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൽ എങ്ങനെയാണ് ടീമിനെ ഡെപ്ത് ഡ്രൈവ് ചെയ്യേണ്ടത് ഒക്കെ ആ ടീമിൽ എല്ലാവരും ചെയ്ത് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് ഈ വെസ്റ്റീജിലൂടെ എങ്ങനെ സക്സസ്സിലെത്താം, എങ്ങനെ ഭീമ മാഡം ഇതിൽ വിജയിച്ചു എന്നുള്ള കുറച്ച് കാര്യങ്ങൾ ഭീമ മാഡം പറഞ്ഞു തരുന്നുണ്ടാവും. എല്ലാവരും ശ്രദ്ധയോടെ അത് കേൾക്കുക. നല്ലൊരു കൺഗ്രാജുലേഷൻ നിങ്ങൾ എല്ലാവരും ചാറ്റ് ബോക്സിലൂടെ ഭീമ മാഡത്തിന് അറിയിക്കാം. വെൽക്കം ഭീമ മാഡം. താങ്ക് യു സാർ, താങ്ക് യു സോ മച്ച് സാർ. വളരെ നല്ല രീതിയിൽ തന്നെ എന്നെ ഇൻവൈറ്റ് ചെയ്തു, നല്ല രീതിയിൽ തന്നെ എഡിഫൈ ചെയ്തു. ഞാൻ ആദ്യമായിട്ട് ഈ ഒരു വിജയം എന്റെ വിജയമല്ല, കാരണം എന്നെ അത്രയ്ക്കും സപ്പോർട്ട് ചെയ്ത് സാർ പറഞ്ഞ പോലെ ഒരുപാട് സ്ട്രഗിൾ ചെയ്ത വ്യക്തിയാണ് ഞാൻ ഇതില്. എന്നെ എല്ലാവർക്കും അറിയാം, എന്നാലും എന്നെ പുതിയ ആൾക്കാർക്ക് വേണ്ടി എന്നെ ഒന്ന് പരിചയപ്പെടുത്താം. എന്റെ പേര് ഭീമ എന്നാണ്. കൊല്ലം ജില്ലയിൽ ചടയമംഗലമാണ് എന്റെ സ്വദേശം. ഞാൻ ഇതിലേക്ക് വന്നിട്ട് 2.5 വർഷത്തോളം ആകുന്നു. 2.5 വർഷമൊന്നും വേണ്ട ഈ സ്റ്റാർ ഡയറക്ടറോ കാർ ഫണ്ട് അച്ചീവറോ ആകാൻ. 2.5 വർഷമൊന്നും വേണ്ട. നമ്മൾ കുറച്ച് എഫേർട്ട് എടുക്കുകയാണെങ്കിൽ ഉറപ്പായിട്ട് വിജയിക്കും. എത്രയും പെട്ടെന്ന് നേടിയെടുക്കാൻ പറ്റുന്ന ഒരു ലെവല് തന്നെയാണ് ഈ സ്റ്റാർ ഡയറക്ടർ എന്ന് പറഞ്ഞ ലെവല്. ഇതില് എന്നെ ഏറ്റവും കൂടുതൽ സക്സസിലോട്ട് എത്തിച്ച ഈ ഒരു വിജയം എനിക്ക് നേടിത്തന്നത്, അതിൽ ഞാൻ ഏറ്റവും കൂടുതൽ ആദ്യമായിട്ട് ദൈവത്തിനോട് നന്ദി പറയുന്നു, പിന്നീട് നന്ദി പറയുന്നത് ഷായി സാറിനോടാണ്. കാരണം ഞാൻ ഇന്ന് ഈ ഒരു വെസ്റ്റിൽ പ്രവർത്തിക്കുന്നുണ്ട് എങ്കിൽ അത് സാറ് തന്ന ആ ഒരു എന്താ പറയാ ആ ഒരു സപ്പോർട്ടാണ്. സാറ് ഒരു ഗാർഡിയനായിട്ട് തന്നെയാണ് എന്നെ ഇതില് പിടിച്ചു നിർത്തിയത്. പല പ്രാവശ്യവും എനിക്ക് നിങ്ങളെപ്പോലെ തന്നെ ഒരുപാട് നെഗറ്റീവ്സും ഒരുപാട് ക്രൈസിസും ഒക്കെ ഇതിനകത്ത് ഒരുപാട് സ്ട്രഗിൾ തന്നെ എനിക്ക് ഇതിൽ നേരിടേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ പോലും സാറ് എന്നെ ഇതിലേക്ക് ഇന്നല്ലെങ്കിൽ നാളെ വിജയിക്കാൻ പറ്റും എന്നൊരു കോൺഫിഡൻസ് തന്ന് എന്നെ ചേർത്ത് നിർത്തിയോണ്ടാണ് എനിക്കിത് വിജയിക്കാൻ പറ്റിയത്. പിന്നെ എനിക്ക് നന്ദി പറയാനുള്ളത് ഫസ്റ്റ് സാറ്, അതുപോലെ സാറിന്റെ വൈഫ് സിന്ധു ചേച്ചി. സാറ് ഫിസിക്കലി എനിക്ക് എല്ലാ ബിസിനസ് പരമായിട്ട് സപ്പോർട്ട് തരുമെങ്കിൽ എനിക്ക് മെന്റലി എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് സിന്ധു ചേച്ചി. ഓക്കെ,
പിന്നീട് എനിക്ക് നന്ദി പറയാനുള്ളത് നമുക്ക് എന്റെ അപ്ലൈൻ സുരേഷ് സാറ്, അതുപോലെ അശ്വിനി മാം, അതുപോലെ വിനോദ് സാർ എന്ന് വെച്ചാൽ നമുക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ഇത്രയും എനിക്ക് PV കയറുന്ന സപ്ലിമെന്റിലൊക്കെയാണ് നമുക്ക് ഒരുപാട് PV കയറുന്നല്ലേ, ആ ഒരു PV കയറുന്ന വിനോദ് സാർ ഉള്ളത് കൊണ്ടാണ്. കാരണം എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ സാറ് നമുക്ക് കറക്റ്റ് ഗൈഡൻസ് തന്നുകൊണ്ട് നമുക്ക് ഓരോരുത്തരെയും നമ്മുടെ ആരോഗ്യം സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് വേണ്ട മാർഗനിർദ്ദേശങ്ങൾ തന്ന് ഓരോ സപ്ലിമെന്റിനെ കുറിച്ചും ഇത്രയ്ക്കും നോളജ് സാറിന് ഉള്ളത് കൊണ്ട് തന്നെയാണ് നമുക്ക് ഇതുമായിട്ട് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വിനോദ് സാറിന് ഞാൻ പ്രത്യേകം നന്ദി അറിയിക്കുന്നു. അത് പിന്നീട് എന്റെ ടീം മെമ്പേഴ്സിന് അത് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. കാരണം അവര് ഉള്ളത് കൊണ്ടാണ് എനിക്ക് ഇത് വിജയിക്കാനായിട്ട് സാധിച്ചത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതൊരു കൂട്ടായ്മയുടെ ഒരു വിജയമാണ്. അപ്പൊ ഇത് എന്റെ മാത്രമല്ല, നമ്മളുടെ ഈ ഒരു ഓർഗനൈസേഷന്റെ എന്റെ എല്ലാ ഡിസ്ട്രിബ്യൂട്ടേഴ്സിനെയും എല്ലാ ലീഡേഴ്സിനും ഞാൻ പ്രത്യേകം നന്ദി അറിയിക്കുന്നു. എനിക്ക് ഈ ഒരു വിജയം നേടാൻ സാധിച്ചതിൽ എക്സ്പെഷ്യലി എല്ലാവർക്കും. ഈ ഒരു ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ നമ്മള് ഷായ് സാറിന്റെ ഒരു ടീം എന്ന് പറഞ്ഞ് ആരെയും മാറ്റി നിർത്തത്തില്ല അല്ലെ, നമ്മളെല്ലാം ഒരു കൂട്ടായ്മയാണ്. സാറിന്റെ ഓർഗനൈസേഷൻ നമ്മുടെ ടീം അല്ലെങ്കിൽ കൂടി എല്ലാവിധ സപ്പോർട്ടും വിനോദ് സാർ ആയാലും മറ്റെല്ലാ ലീഡേഴ്സും തരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഞാൻ പ്രത്യേകം നന്ദി ഞാൻ അറിയിക്കുന്നു. പിന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, കാരണം ഇതിനകത്ത് ക്ഷമ ഉണ്ടെങ്കിൽ മാത്രമേ വിജയിക്കാൻ പറ്റത്തുള്ളൂ. കാരണം ഇവിടെ നമ്മൾ പൈസയൊന്നും കൊടുക്കുന്നില്ല. നമ്മൾ ആദ്യം നമ്മൾ എന്തിനു വേണ്ടി ഇതിലേക്ക് വന്നു, നമുക്ക് എല്ലാവർക്കും ഓരോ ലക്ഷ്യങ്ങളുണ്ടാവും അല്ലെ. കാരണം പലവരും പല ലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ടായിരിക്കും ഇതിലുമായിട്ട് ജോയിൻ ആയിട്ടുണ്ടാകുക. എന്നാലും മെയിൻ ഫോക്കസ് പറഞ്ഞാൽ നമുക്ക് വരുമാനമാണ്. ആ ഒരു വരുമാനം നമ്മൾക്ക് വേണമെങ്കിൽ നമ്മൾ എന്തെങ്കിലും ചെയ്യണം. ചുമ്മാ നമ്മൾ ID എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരിക്കലും വരുമാനം ലഭിക്കത്തില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ക്ഷമയോടുകൂടി ഇതിനെക്കുറിച്ച് മനസ്സിലാക്കുക, പഠിച്ചുകൊണ്ട് നിങ്ങൾ ഇത് പ്രവർത്തിക്കാൻ റെഡിയാണ് എങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് വിജയിക്കാനായിട്ട് സാധിക്കുന്നതാണ്. കാരണം പിന്നെ ഒരു കൂട്ടായ്മയാണ്, നമ്മൾ ഒറ്റയ്ക്കല്ല ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഉറപ്പായിട്ട് നമുക്ക് വിജയിക്കാനായിട്ട് സാധിക്കും. എല്ലാവിധ സപ്പോർട്ടും നമ്മുടെ ടീമിന്റെ ഭാഗത്തുനിന്നുണ്ട്. പ്രത്യേകിച്ച് ഷായ് സാറിന്റെ ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ ഇന്ന് ജോയിൻ ആവുന്ന വ്യക്തിയെ കൂടി സപ്പോർട്ട് ചെയ്യാൻ സാർ അത്രയ്ക്കും നമ്മളോടൊപ്പം നിന്ന് പ്രവർത്തിക്കുന്ന ഒരു ലീഡറാണ് ഷായ് സാർ. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മള് കമ്പനിയിൽ മാത്രം ജോയിൻ ചെയ്തോണ്ട് കാര്യമില്ല. നമ്മൾ വന്നുപെട്ട ആ ഒരു ഓർഗനൈസേഷൻ നമ്മളെ പ്രൊട്ടക്ട് ചെയ്തോണ്ട്. കാരണം നമ്മൾ ഇതിനകത്ത് ആദ്യമായിട്ട് ജോയിൻ ചെയ്യുമ്പോൾ നമുക്ക് ഇതിനെ ഒന്നും അറിയില്ല. നമ്മളൊരു അംഗൻവാടി സ്റ്റുഡന്റ് ആണ്, നമുക്ക് ഇത് എന്താണെന്നോ നമുക്കൊരു അപരിചിതമായ മേഖലയാണ്. അപ്പൊ ഈ ഒരു മേഖലയുമായിട്ട് നമ്മൾ പൊരുത്തപ്പെട്ടു പോകണമെങ്കിൽ നമ്മൾ ആദ്യം ഇതിനെക്കുറിച്ച് മനസ്സിലാക്കണം. ഇനി അപ്ലൈനോട് ഓരോ ലീഡേഴ്സിനോടും പറയാനുള്ള, നിങ്ങൾ ഓരോ പ്രോസ്പെക്ടിനെ കൊണ്ടുവരുമ്പോൾ അവർക്ക് എന്താണ് ഇത് എന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് അവരെ കെയർ ചെയ്ത് കൂടെ നിർത്തേണ്ടത് ഓരോ ലീഡേഴ്സിന്റെ ഉത്തരവാദിത്തമാണ്. എന്നാൽ മാത്രമേ അവര് നമ്മളെ വിശ്വസിച്ച് നമ്മളോടൊപ്പം നിൽക്കുന്നുണ്ടാവും. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ പഠിക്കുക, അതിനുശേഷം ഇത് നമ്മൾ പ്രവർത്തിക്കുക, മറ്റുള്ളവരെ പഠിപ്പിക്കുക. ഇതാണ് നമ്മുടെ ഇതിന്റെ ഒരു മെയിൻ അജണ്ട എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാവരും അതിനുവേണ്ടി ശ്രമിക്കുക. പിന്നീട് നമ്മൾ എഫേർട്ട് ഇപ്പം ഞാനായാലും ആദ്യം ഇതിനകത്ത് വന്നു, ആദ്യം നമ്മൾ ID എടുത്തു, നമ്മളിത് മനസ്സിലാക്കി. അപ്പൊ ഫസ്റ്റ് നമ്മൾ ചിന്തിക്കുന്നത് എന്താണ്, നമ്മുടെ ചുറ്റുവട്ടത്തുള്ള ആൾക്കാരല്ലേ, നമ്മുടെ ഫ്രണ്ട്സിനോടല്ലേ, നമ്മുടെ റിലേറ്റീവ്സിനോട് പറയാം എന്ന് പറഞ്ഞ് നമ്മൾ ഓടിപ്പോയി പറയുന്നുണ്ടാവും. പക്ഷെ അങ്ങനെ പറഞ്ഞാൽ ഒരിക്കലും ഇതിലിരിക്കുന്ന പലർക്കും അനുഭവം ഉണ്ടാവും. കാരണം ഒരിക്കലും അതിലൊരു നമുക്കൊരു വിജയം നേടാനായിട്ട് സാധിക്കും. കാരണം ആരും നമ്മൾ പറയുന്ന കേൾക്കണമെന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു ദിവസം പറഞ്ഞു അല്ലെങ്കിൽ അവര് നെഗറ്റീവ് പറയുമ്പോൾ നമ്മൾ മൈൻഡ് ഔട്ട് ആവാതെ ഇതിനെ പോസിറ്റീവായി ചിന്തിച്ചുകൊണ്ട് ഇന്നല്ലെങ്കിൽ നാളെ ഞാൻ വന്നത് എനിക്ക് വേണ്ടിയിട്ടാണ് എന്ന ലക്ഷ്യബോധത്തോടുകൂടി നിങ്ങൾ വർക്ക് ചെയ്യാൻ റെഡിയാണെങ്കിൽ, കുറച്ച് എഫേർട്ട് എടുക്കാൻ റെഡിയാണെങ്കിൽ, കാരണം ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ കണക്കാൽ നമ്മൾ പൈസയൊന്നും ആർക്കും കൊടുക്കുന്നില്ല. നമ്മൾ കുറച്ച് സമയം മാത്രമാണ് ഇതിനകത്ത് സ്പെൻഡ് ചെയ്യുന്നത്. ആ ഒരു സമയം സ്പെൻഡ് ചെയ്തുകൊണ്ട് എല്ലാ മീറ്റിങ്ങുകളും അറ്റൻഡ് ചെയ്തുകൊണ്ട് ഇതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾ എല്ലാ ദിവസവും പ്രോസ്പെക്ടിങ്ങും ഒക്കെ ചെയ്തുകൊണ്ട് സ്ഥിരമായിട്ട് നമ്മുടെ ലക്ഷ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ട് വിജയം നേടിയെടുക്കാനായിട്ട് സാധിക്കും. ഞാൻ പറഞ്ഞ 2.5 വർഷത്തോളമായി ഇപ്പോഴാണ് എനിക്ക് ഈ ഒരു അച്ചീവ്മെന്റ് നേടാനായിട്ട് സാധിച്ചത്. കാരണം ആദ്യം ഞാൻ വരുന്ന സമയത്ത് എന്ന് പറയാൻ എന്റെ മോന് 10 മാസം പ്രായമുള്ളൂ, അപ്പൊ കുഞ്ഞായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് വലുതായിട്ട് ഒരു ലീഡർഷിപ്പിലോട്ട് വരാനോ എന്റെ ടീമിനെ ഹോൾഡ് ചെയ്ത് നിർത്താനുള്ള കപ്പാസിറ്റി ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ എന്നാലും എനിക്ക് വിജയിക്കാൻ സാധിക്കും എന്നൊരു ചിന്തയുണ്ടായിരുന്നു. കാരണം ഇവിടെ എനിക്ക് ഒന്നും നഷ്ടമാവുന്നില്ല. ഞാൻ കൊടുക്കുന്ന പൈസയ്ക്ക് ഞാൻ ഇതുവരെ ഉപയോഗിച്ചാൽ വെച്ച് ഏറ്റവും നല്ല ക്വാളിറ്റി പ്രൊഡക്റ്റുകൾ എനിക്ക് ഉപയോഗിക്കാൻ സാധിച്ചു. അതുവഴി എന്റെ വീട്ടിലുള്ള പലവിധ ഹെൽത്ത് പ്രോബ്ലംസിൽ നിന്ന് എനിക്ക് റിക്കവർ ആകാനും എന്റെ കുഞ്ഞുങ്ങൾക്ക് റിക്കവർ ആകാനും ഒക്കെ സാധിച്ചു. അപ്പൊ അതുകൊണ്ട് തന്നെ നല്ലൊരു ആരോഗ്യം ഇതിലൂടെ നേടിയെടുക്കാൻ എനിക്ക് സാധിക്കുമെന്ന് മനസ്സിലായി. അപ്പൊ ആദ്യം സപ്ലിമെന്റ് ഒക്കെ ഉപയോഗിക്കാനായിട്ട് എനിക്ക് ബുദ്ധിമുട്ടായിരുന്നു. കാരണം ഉള്ളിലോട്ട് കഴിക്കുന്നത് നമുക്ക് വിശ്വാസമില്ല. സപ്ലിമെന്റിനെ കുറിച്ച് ഒന്നാമത്തെ കാര്യം അജ്ഞതയാണ്. സപ്ലിമെന്റ് എന്താണെന്നോ അത് എന്തിനാണ് ഉപയോഗിക്കേണ്ടതെന്ന് നമുക്ക് അറിയില്ല.
അപ്പൊ നമ്മൾ കാണുന്നത് സാധാരണ എന്തെങ്കിലും അസുഖം വരും, നമ്മൾ ഡോക്ടറെ അടുത്ത് പോകും, മെഡിസിൻ വാങ്ങിക്കും, കുഞ്ഞുങ്ങൾക്കാണെങ്കിൽ വൈറ്റമിൻ സിറപ്പ് വാങ്ങിക്കും. ഇങ്ങനെയൊക്കെയാണ് നമ്മൾ കണ്ടിന്യൂ ആയിട്ട് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ ഈ സപ്ലിമെന്റിനെ കുറിച്ച് നമുക്ക് ആർക്കും അറിയില്ല. ഈ ഒരു ഫീൽഡിലോട്ട് വന്നതിന് ശേഷമാണ് സപ്ലിമെന്റ് എന്താണെന്നും അതിന്റെ ഗുണം എത്രത്തോളം ഉണ്ടെന്നും നേരിട്ട് മനസ്സിലാക്കിയത്. അതുകൊണ്ടാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ കൊടുക്കുന്ന പൈസയ്ക്ക് എനിക്ക് മൂല്യമുള്ള പ്രൊഡക്റ്റ് ലഭിക്കുന്നു, അതിന്റെ ഒരു ചെറിയ ക്യാഷ് ബാക്കും എനിക്ക് ലഭിക്കുന്നു. അപ്പൊ പിന്നെ എനിക്ക് ഒന്നും നഷ്ടമാകുന്നില്ല. അതുകൊണ്ട് തന്നെ ഞാൻ കണ്ടിന്യൂ ചെയ്തു. അതോടൊപ്പം തന്നെ ആക്ഷൻ ചെയ്തു. ആക്ഷൻ ചെയ്തപ്പോ സാറ് പറഞ്ഞ ഒരുപാട് പേരെ ഞാൻ ഇതിലേക്ക് കൊണ്ടുവന്നു, ഒരുപാട് പ്രോസ്പെക്റ്റിംഗ് നടത്തി, നല്ല ടീമുകൾ വന്നു. പക്ഷെ ആ വന്നതിൽ കൂടുതൽ കൊഴിഞ്ഞുപോക്കായിരുന്നു. അവസാനം ലാസ്റ്റ് ഏകദേശം 10-200ഓളം ആൾക്കാർ വന്നിട്ട് അവരെല്ലാം പോയിട്ട് വെറും 2 പേര് മാത്രം അവശേഷിച്ചു. അപ്പോഴൊക്കെ എനിക്ക് ഒരുപാട് നെഗറ്റീവ്സ്, കാരണം ബ്രോൺസിന്റെ വക്കിൽ വരെ എത്തിയതാണ് ഞാൻ. അപ്പൊ വക്കിൽ വരെ എത്തിയപ്പോഴത്തേക്ക് ആ ടീം ഫുള്ള് പോയപ്പോ എനിക്ക് ഒരുപാട് വിഷമം തോന്നി, എന്നെ കൊണ്ട് പറ്റില്ല എന്നൊക്കെ എനിക്ക് തോന്നി. പക്ഷെ എന്നിട്ടും അവിടെ എനിക്ക് 2 പേരെ അവശേഷിച്ചു, ഒരു ബീനായും അതുപോലെ ബുഷ്റായും. കർണാടക ടീമിലെ ബുഷ്റായും ബീന ഷാജഹാനും. ഇവർ 2 പേരെ വെച്ചിട്ടാണ് പിന്നീട് ഞാൻ വീണ്ടും ടീം ബിൽഡ് ചെയ്തത്. അതൊരു എന്താ പറയുക, തിരിച്ചുവരവ് തന്നെ ആയിരുന്നു. അതിനുശേഷമാണ് ഞാൻ ഓരോരുത്തർ, കാരണം അവരെന്നെ വാക്ക് വിശ്വസിച്ചു, എന്നോടൊപ്പം നിന്നു. അതുകൊണ്ട് തന്നെയാണ് എനിക്ക് വിജയിക്കാൻ സാധിച്ചത്. പിന്നീട് അവര് മുഖാന്തരം എനിക്ക് ഓരോന്നോരോന്ന്, അതുകൊണ്ട് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനായിട്ട് സാധിച്ചു. ഒരു ടീമിനെ എങ്ങനെ ഹോൾഡ് ചെയ്ത് നിർത്തണമെന്നും, നമ്മളെ കൂടെ വന്നവരെ, അതായത് നമ്മൾ മിക്കവാറും ചിന്തിക്കുന്നത് നമ്മൾ ഓരോരുത്തരെ ജോയിൻ ആക്കുമ്പോൾ നമ്മളുടെ നേരിട്ട് കൊടുക്കാനായിരിക്കും നമ്മൾ ഉത്സാഹിക്കുന്നത്. അങ്ങനെ പോരാ, നമ്മളെ കൂടെ വന്നവരെ കെയർ ചെയ്ത് അവർക്ക് ഡെപ്തിൽ അവരെ ജോയിൻ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അവർ, കാരണം നമ്മളുടെ ആ ഒരു കഴിവ് ചിലപ്പോൾ നമ്മുടെ കൂടെ വരുന്നവർക്ക് ഉണ്ടായിരുന്നില്ല, അവർക്ക് ഇതിനെ കുറിച്ച് അറിയില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് എങ്ങനെ ബിൽഡ് ചെയ്യണമെന്നോ എങ്ങനെ കൂടെ വരുന്നവരെ സപ്പോർട്ട് ചെയ്യണമെന്നോ അവർക്ക് അറിയില്ലായിരിക്കും. അപ്പൊ അതുകൊണ്ട് നമ്മളെ കൂടെ വരുന്നവർക്ക് നമുക്ക് ഒരു ജോയിനിങ് വന്നാൽ അവർക്ക് അവിടെ ജോയിൻ ചെയ്ത് കൊടുത്തുകൊണ്ട് അവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് നിൽക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഒരാൾ പോലും നമ്മളെ ഉപേക്ഷിച്ച് പോകില്ല എന്ന് എനിക്ക് മനസ്സിലായപ്പോൾ ഞാൻ അങ്ങനെ ചെയ്യാനായിട്ട് ശ്രമിച്ചു. അങ്ങനെ ചെയ്യാനായിട്ട് ശ്രമിച്ചതിന്റെ ഫലമായിട്ട് എനിക്ക് ടീമുകൾ വരാൻ തുടങ്ങി. അപ്പൊ അങ്ങനെയാണ് എനിക്ക് ഇതിനകത്ത് കുറച്ച് ടീം വന്നത്. അപ്പൊ അതിനുശേഷം ഡെപ്ത് ഡ്രൈവ് എന്താണെന്ന് സാറ് പറഞ്ഞു. പ്രധാനം ഞാൻ ശ്രദ്ധിച്ചത് എന്റെ അപ്ലൈൻ എന്ത് പറയുന്നോ അത് എനിക്ക് വേണ്ടിയിട്ടാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അത് ഉൾക്കൊണ്ടുകൊണ്ട് ഞാൻ പ്രവർത്തിക്കാൻ തയ്യാറായി. അതുകൊണ്ടാണ് എനിക്ക് ഇതിനകത്ത് വിജയിക്കാൻ സാധിച്ചത്. മിക്കവാറും നമുക്ക് എല്ലാവർക്കും ആ ഒരു മൈൻഡ് സെറ്റ് ഉണ്ടാകണമെന്നില്ല. ആദ്യം എനിക്കും ഇല്ലായിരുന്നു, കാരണം എനിക്കറിയാം ഇത് എന്റേതായ രീതിയിൽ എനിക്കിത് കൊണ്ടുപോകാനായിട്ട് സാധിക്കും എന്നൊരു ചിന്ത വന്ന് ഞാൻ പ്രവർത്തിച്ചപ്പോൾ എനിക്ക് റിസൾട്ട് വന്നില്ല. മറിച്ച് സാറ് പറയുന്ന സിസ്റ്റമാറ്റിക് ആയിട്ട് ഇതെങ്ങനെ ബിൽഡ് ചെയ്യണമെന്ന് പറഞ്ഞ് മനസ്സിലാക്കിയപ്പോൾ അതിനനുസരിച്ച് ഞാൻ പ്രവർത്തിക്കാൻ റെഡി ആയപ്പോഴാണ് എനിക്ക് സക്സസ് ഉണ്ടായത്. അപ്പൊ അങ്ങനെ ഞാൻ ഫസ്റ്റ് ഈ ഒരു 2024 ഡിസംബർ ആയപ്പോഴത്തേക്കും 2021 ഡിസംബർ ആയപ്പോൾ ഫസ്റ്റ് ഒറ്റ മാസം തന്നെ ബ്രോൺസും സിൽവറും എനിക്ക് ക്വാളിഫൈ ചെയ്യാനായിട്ട് സാധിച്ചു ഒരുമിച്ച്. അതിനുശേഷമാണ് പിന്നീടാണ് എനിക്ക് ഓരോ ലെവലുകൾ അച്ചീവ് ചെയ്യാനും ഓരോ ഇൻകങ്ങൾ കൂടുതലായിട്ട് എനിക്ക് ലഭിക്കാൻ തുടങ്ങി. LOB ഉൾപ്പെടെ എനിക്ക് ഇൻകം ലഭിക്കാൻ തുടങ്ങിയതും അതിനുശേഷമാണ്. അതായത് എനിക്ക് ടീമിനെ ഇങ്ങനെ നിർത്താനായിട്ട് ഹോൾഡ് ചെയ്ത് നിർത്താനുള്ള ആ കപ്പാസിറ്റി ഞാൻ നേടി എന്ന് ഞാൻ ലീഡർഷിപ്പിലോട്ട് വന്നു. അതിനുശേഷമാണ്, അതായത് ഇതുപോലെ സംസാരിക്കാനും ഒക്കെ. മറ്റത് ഒളിഞ്ഞിരിക്കുന്ന ഒരു വ്യക്തിയാണ് സാർ. പലപ്പോഴും ഒരു സെഷൻ അവതരിപ്പിക്കാൻ, ഒരു പ്ലാൻ എടുക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും 2 വാക്ക് പറയാനോ പറയുമ്പോൾ ഞാൻ സ്കിപ്പ് ചെയ്ത് പോകുന്ന ഒരാളായിരുന്നു. എന്നെ കൊണ്ട് പറ്റില്ല എന്ന്. കാരണം ഞാൻ അങ്ങനെ അടുക്കളയിൽ ഒതുങ്ങിക്കഴിഞ്ഞ ഒരു വ്യക്തിയാണ്. ഒരു ഫ്രണ്ട്സ് സർക്കിളോ അല്ലെങ്കിൽ ഒന്നും ഇല്ലാത്തൊരു വ്യക്തിയാണ്. ഫോൺ പോലും മര്യാദയ്ക്ക് ഉപയോഗിക്കാൻ അറിഞ്ഞുകൂടാത്തൊരു വ്യക്തിയാണ്, സത്യസന്ധമായിട്ട് പറയുകയാണ്. അപ്പൊ ഇതിൽ വന്നതിന് ശേഷമാണ് ഫോൺ ഉപയോഗിക്കാനും ഓരോ കാര്യങ്ങളും കൊച്ചു കുഞ്ഞുങ്ങളെ പോലെയാണ് ഞാൻ സാറിനോട് ചോദിച്ചത്. സാർ അതുപോലെ തന്നെയാണ് എനിക്ക് ഓരോന്നും പറഞ്ഞ് മനസ്സിലാക്കി തന്നാണ് ഞാൻ ഇതിൽ പ്രവർത്തിച്ചത്. അങ്ങനെ പ്രവർത്തിക്കാൻ തയ്യാറായത് കൊണ്ടാണ് എനിക്ക് വിജയിക്കാനായിട്ട് സാധിച്ചത്. അതുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരും പറയാനുള്ളത്, എനിക്ക് തന്നെ നിങ്ങളുടെ അപ്ലൈൻ ആരാണോ അവരെ നിരന്തരം നിങ്ങൾ കമ്മ്യൂണിക്കേഷൻ ചെയ്തുകൊണ്ട് അവരെന്ത് കാര്യം പറയുന്നു. കാരണം നമ്മുടെ അപ്ലൈ എന്ന് പറഞ്ഞാൽ ഒരു ദിവസമെങ്കിലും അവർക്ക് ആ ഒരു എക്സ്പീരിയൻസ് ഉണ്ടാവും. ആ ഒരു എക്സ്പീരിയൻസ് എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കി അത് ഉൾക്കൊണ്ടുകൊണ്ട് അത് പ്രവർത്തിക്കാൻ റെഡിയാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് വിജയിക്കാനായിട്ട് സാധിക്കും. കാരണം നമുക്കിത് ദൈവം തന്ന ഓപ്പർച്യൂണിറ്റിയാണ്. അല്ലെങ്കിൽ ഈ ലോകത്ത് ഇന്ത്യ മഹാരാജ് എത്രയോ കോടിക്കണക്കിന് ആൾക്കാരുണ്ട്. അവരുടെ കൈകളിലൊന്നും ഈ ഒരു ബിസിനസ് ചെല്ലാതെ നമ്മുടെ കയ്യിൽ തന്നെ എത്തിപ്പെടണമെങ്കിൽ അവരിന്ന് വേർതിരിച്ച് നമ്മൾ ഈ ഒരു ഓർഗനൈസേഷനിൽ തന്നെ വന്നുപെടാനും ഒക്കെ സാധിച്ചത് ദൈവത്തിന്റെ ഒരു എന്താ പറയാ, ദൈവം അത് നേരത്തെ മുൻകൂട്ടി തീരുമാനിച്ചത് കൊണ്ടാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അത് നമ്മൾ മനസ്സിലാക്കി, ദൈവം നമുക്ക് രക്ഷപ്പെടാനായിട്ട് ഒരു ഓപ്പർച്യൂണിറ്റി നമ്മുടെ കൈകളിലേക്ക് വെച്ച് തന്നിട്ടുണ്ട് ഒരാൾ മുഖാന്തരം. ചിലപ്പോൾ നമുക്ക് യാതൊരുവിധ പരിചയം ഇല്ലാത്തൊരു വ്യക്തിയായിരിക്കാം. അപ്പൊ അങ്ങനെ നമുക്ക് കൊണ്ട് തന്നിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് വിജയിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ ആ ഒരു വഴി
നിങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് അതിനെ മുറുകെ പിടിച്ചുകൊണ്ട് നമുക്ക് വിജയിക്കാനുള്ള ഒരു കച്ചിത്തുരുമ്പാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിനെ മുറുകെ പിടിച്ചുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോകാൻ റെഡിയാണെങ്കിൽ ഉറപ്പായിട്ടും ഏതൊരാൾക്കും വിജയിക്കാനായിട്ട് സാധിക്കും. കാരണം ഇവിടെ നമുക്ക് ഒന്നും തന്നെ നഷ്ടമാകുന്നില്ല. കാരണം നമുക്ക് നഷ്ടമാകുന്നില്ല, ഉറപ്പായിട്ടും നമ്മളൊന്നും ഇതുപോലെ വർക്ക് ചെയ്യില്ലല്ലേ. നമുക്ക് കുറച്ച് വൈകിയാണെങ്കിൽ പോലും നമ്മൾ ചെയ്ത എഫേർട്ടിനുള്ള ഫലം നമുക്ക് ഉറപ്പായിട്ട് ലഭിച്ചിരിക്കും. കാരണം അത്രയ്ക്കും ഒരു വണ്ടർഫുൾ ഓപ്പർച്യൂണിറ്റിയാണ് നിങ്ങളുടെ കൈകളിലേക്ക് ലഭിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനെ മനസ്സിലാക്കിക്കൊണ്ട് ഒത്തൊരുമയോടുകൂടി കഠിനാധ്വാനം ചെയ്യാൻ റെഡിയാണെങ്കിൽ, നമ്മുടെ ലക്ഷ്യം, ആ ഒരു ലക്ഷ്യത്തിന് വേണ്ടി നിങ്ങൾ പ്രവർത്തിക്കാൻ റെഡിയാണെങ്കിൽ സക്സസ് ഉറപ്പാണ്. വിജയം നമ്മൾ നേടുക തന്നെ ചെയ്യും. ഓക്കെ, പിന്നെ നമ്മൾ ചെയ്യേണ്ടത് നമ്മളുടെ കൂടെ വരുന്നില്ല. നമ്മളെ ഈ ഒരു ഓർഗനൈസേഷൻ ആണ്. ആ ഒരു ഓർഗനൈസേഷനിൽ ആരെന്ത് സഹായം ചോദിച്ചാലും പൈസ ആയിട്ടല്ല, മെന്റലി അവർക്ക് എന്ത് സപ്പോർട്ട് വേണമെങ്കിലും ചെയ്യാനായിട്ട് ഞാൻ റെഡിയാണ്. അതുപോലെ നമ്മൾ ഓരോരുത്തരും ചെയ്യുക. അത് വിനോദ് സാറൊക്കെ അതിന് നമുക്ക് ഉത്തമ ഉദാഹരണങ്ങളാണ് അല്ലെ. കാരണം നമ്മുടെ ടീം അല്ലെ, സാറിന്റെ ടീം അല്ലെങ്കിൽ കൂടി ഒരുപാട് ഹെൽപ്പ് നമുക്ക് ചെയ്യുന്നുണ്ട്. കാരണം ഷായ് സാറിന്റെ ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഫാമിലിയാണ്. അപ്പൊ ഇതേ ഒരു മൈൻഡ് സെറ്റോടുകൂടി തന്നെ എല്ലാവരും വർക്ക് ചെയ്യുക. അപ്പൊ അതുകൊണ്ട് തന്നെ വിജയം സുനിശ്ചിതമാണ്. പിന്നെ നമ്മുടെ ടീം മെമ്പേഴ്സിനെ ഹെൽപ്പ് ചെയ്യുക. അവരെന്തെങ്കിലും ചോദിച്ചാൽ, നമുക്ക് ചിലപ്പോൾ ബിസി ആയിരിക്കാം, നമ്മൾ പ്രോബ്ലംസിൽ നമുക്ക് ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടായിരിക്കാം. ആ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടെങ്കിൽ കൂടി അവരെന്തിനെങ്കിലും നമ്മളെ വിളിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും അവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുത്തുകൊണ്ട്, അവർക്ക് വേണ്ട സഹായം ചെയ്തു കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോകുക. അപ്പോൾ ഉറപ്പായിട്ടും നിങ്ങളുടെ കൂടെ അവരുണ്ടായിരിക്കും. കാരണം നമ്മൾക്കെല്ലാം നമ്മൾ പലപ്പോഴും പ്രോബ്ലംസിൽ മുഴുകി പോകുന്നവരാണ്. പ്രോബ്ലം കഴിഞ്ഞിട്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യാന്ന് പറഞ്ഞാൽ ഒരിക്കലും സാധിക്കില്ല അല്ലെ. അപ്പോൾ ആ ഒരു പ്രോബ്ലംസ് അതിന്റെ വഴിക്ക് പോകട്ടെ. പ്രോബ്ലം ഉണ്ടെങ്കിൽ അതിന് സൊല്യൂഷൻ ദൈവം കരുതി വെച്ചിട്ടുണ്ടായിരിക്കാം. അപ്പൊ അത് അതിന്റെ വഴിക്ക് പോകും. അതോടൊപ്പം തന്നെ എത്ര സമയം ഇല്ലെങ്കിൽ കൂടി കുറച്ച് സമയമെങ്കിലും നിരന്തരം സ്ഥിരമായിട്ട് ഈ ഒരു ഓപ്പർച്യൂണിറ്റി എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിന് പ്രവർത്തിക്കാൻ. ചിലപ്പോൾ നമുക്ക് ഇന്ന് 2 മണിക്കൂർ കിട്ടിയെങ്കിൽ നാളെ ചിലപ്പോൾ നമുക്ക് 5 മിനിറ്റ് ആയിരിക്കും കിട്ടുന്നത്. ആ ഒരു 5 മിനിറ്റ് എങ്കിലും ഇതിലേക്ക് പ്രവർത്തിക്കാൻ നിങ്ങൾ റെഡി ആകണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഇന്നിപ്പോ എനിക്ക് സമയമില്ല, ഇന്ന് ഞാൻ വെസ്റ്റീജ് മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാനോ അല്ലെങ്കിൽ എന്റെ ഡൗൺലൈനെ കമ്മ്യൂണിക്കേഷൻ ചെയ്യാനോ ഒന്നും എനിക്ക് ടൈമില്ല എന്ന് പറഞ്ഞ് നമ്മൾ മാറി നിൽക്കാതെ ഡെയിലി എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി, നിങ്ങളുടെ ബിസിനസ് ആണ്, അതിനുവേണ്ടി എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി ഡെയിലി എല്ലാവരും ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഉറപ്പായിട്ടും നിങ്ങൾക്ക് വിജയിക്കാനായിട്ട് സാധിക്കും. പിന്നെ നേരത്തെ ഞാൻ പറഞ്ഞ അപ്ലൈൻ കണക്ടിവിറ്റി. കാരണം നമുക്ക് വിജയിക്കണമെങ്കിൽ ഇപ്പം എനിക്ക് വേണ്ടിയോ അല്ലെങ്കിൽ ഷായ് സാറിന് വേണ്ടിയോ അല്ലെങ്കിൽ സുഷിത മാമിന് വേണ്ടിയോ വിനോദ് സാറിന് വേണ്ടിയിട്ടൊന്നും അല്ല നമ്മൾ ഇതിലേക്ക് വന്നത്. നമ്മൾ ഓരോരുത്തരും ആർക്ക് വേണ്ടിയിട്ടാണ്? നമുക്ക് വേണ്ടിയിട്ടാണ് വന്നത്. ആ ഒരു നമുക്ക് വിജയിക്കണമെങ്കിൽ നമ്മൾ തന്നെ പണിയെടുക്കാം. അല്ലെ ഷായ് സാറെ എനിക്ക് വേണ്ടി പണിയെടുക്കും, ഞാൻ കിടന്നുറങ്ങാം എന്ന് വിചാരിച്ചിരുന്നാൽ ഒരിക്കലും നമുക്ക് വിജയിക്കാനായിട്ട് സാധിക്കത്തില്ല. ഞാൻ ചെയ്യേണ്ടത് ഞാൻ തന്നെ ചെയ്യണം. സുഷിത മാം ചെയ്യേണ്ടത് സുഷിത മാം തന്നെ ചെയ്യണം. അപ്പൊ ഓരോരുത്തരും നമ്മൾ ഇപ്പൊ സാജിദ മേഡം വന്നത് എനിക്ക് വേണ്ടിയിട്ടല്ല, സാജിദ മേഡത്തിന് വേണ്ടിയിട്ടാണ്. അപ്പൊ സാജിദ മേഡം ചെയ്യേണ്ടത് എന്താണ്? എനിക്ക് വിജയിക്കണം, എനിക്ക് ഈ മാസം 8% ആകണം, അല്ലെങ്കിൽ 12% ആകണം. ഞാനത് ആകുക തന്നെ ചെയ്യും. അതാകണമെങ്കിൽ ഞാൻ എന്ത് വേണം? എന്റെ ടീമിൽ വന്നവരെ അവരെ സപ്പോർട്ട് ചെയ്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് എനിക്ക് വിജയിക്കാനായിട്ട് സാധിക്കും എന്ന മൈൻഡ് സെറ്റോടുകൂടി കൂടെ വന്നവർക്ക് എല്ലാവിധ ഹെൽപ്പും ചെയ്തുകൊണ്ട് അവരെ കെയർ ചെയ്തുകൊണ്ട് പ്രവർത്തിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ട് വിജയിക്കാനായിട്ട് സാധിക്കും. അപ്പൊ നിങ്ങൾക്ക് വിജയിക്കണമെങ്കിൽ അപ്ലൈനെ ഡെയിലി ശല്യപ്പെടുത്തിക്കൊണ്ടേയിരിക്കുക. എന്തെങ്കിലും കാരണം പറഞ്ഞു, ചിലപ്പോൾ ഒരു വിഷയം ഉണ്ടാവില്ല അപ്ലൈൻ. ഞാൻ ഷായ് സാറിന് അങ്ങനെയാണ്. കാരണം ചിലപ്പോൾ അന്നത്തെ ദിവസം ഒന്നും സംസാരിക്കാൻ ഇല്ലെങ്കിൽ കൂടി ഒരു ഹായ് എങ്കിലും ഇട്ടിരിക്കും. ആ ഒരു ഹായ് ഇടുമ്പോൾ തിരിച്ച് സാറും എനിക്കൊരു ഹായ് ഇടും. ഒരു 3-4 മണിക്കൂർ എന്നെ കണ്ടില്ലെങ്കിൽ സാറ് തന്നെ മുൻകൈ എടുത്ത് ഇങ്ങോട്ട് ഹായ് ഇടുന്നുണ്ടാവും. അപ്പൊ അങ്ങനെ ഡെയിലി കമ്മ്യൂണിക്കേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നമുക്ക് 2 കൂട്ടർക്കും ഗ്രോ ചെയ്യാനായിട്ട് സാധിക്കാം. അതിന് ഞാൻ നന്ദി പറയുന്നത് ഷംന ടീച്ചറിനോടാണ്. കാരണം ഷംന ടീച്ചർ നല്ല ബിസിയുള്ള ലേഡിയാണ്, അവര് വർക്ക് ചെയ്യുന്നവരാണ്. അപ്പൊ ആ വർക്ക് ചെയ്യുന്ന വീട്ടിലെ ജോലി എല്ലാം കഴിഞ്ഞിട്ടാണ് അവർ സ്കൂളിൽ പോകുന്നത്. എത്ര തിരക്കുണ്ടെങ്കിലും രാവിലെ 7, 7:30, 8 മണി ഈ ഒരു ടൈമിൽ ഞാനും ബിസി ആയിരിക്കും, അവരും ബിസി ആയിരിക്കും. എന്നിരുന്നാൽ കൂടി ഒരു 5 മിനിറ്റ് എങ്കിലും എന്നോട് സംസാരിക്കാതെ സ്കൂളിൽ പോകില്ല എല്ലാ ദിവസവും. അപ്പൊ നമ്മൾ പറയുന്ന വീട്ടുകാര്യം ഒന്നുമല്ല, ബിസിനസ് കാര്യം തന്നെ ആയിരിക്കും. അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെ ആ ഒരു ഡെയിലി കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്നതിന്റെ ഫലമായിട്ട് 2 പേർക്കും ഗ്രോ ചെയ്യാനായിട്ട് സാധിക്കും. അത് നമുക്കൊരു എന്താ പറയുക, ഉദാഹരണം നമുക്ക് നോക്കിയാൽ അറിയാം. ഒരു ടീച്ചറും ഒരു സ്റ്റുഡന്റും, ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻ ചോദിക്കുന്ന സ്റ്റുഡന്റ് ആയിരിക്കും ബ്രില്യൻ ബോയ് ആ ക്ലാസ്സിലെ. ആ ഒരു ടീച്ചർ കൊടുക്കുന്ന ആൻസർ ചിലപ്പോൾ ടീച്ചറിന് അറിയില്ലായിരിക്കാം, എന്നാലും ആ കുട്ടി ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ഉറപ്പായിട്ടും ടീച്ചർ അത് തേടി കണ്ടുപിടിച്ച് ആ ആൻസർ കുട്ടിക്ക് കൊടുക്കുന്നുണ്ട്. അപ്പൊ അവിടെ ടീച്ചറും വളരുകയാണ്, കുട്ടിയും വളരുകയാണ്. അപ്പൊ അതുപോലെ തന്നെയാണ് ഈ ഒരു ബിസിനസ്. നമ്മളെല്ലാം കുട്ടികളാണ്. അപ്പൊ നമ്മൾ ചെയ്യേണ്ട എന്താണ്? നമ്മളെ കൊണ്ടുവന്ന അല്ലെങ്കിൽ ഇതിനകത്ത് നമ്മളെ മെന്റർ ആരാണോ അവർക്ക് നമുക്ക് അറിയാത്ത കാര്യങ്ങൾ, അല്ലെങ്കിൽ നമ്മളുടെ ഡൗൺലൈൻ ചോദിക്കുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ ബിസിനസിന്റെ മറ്റ് കാര്യങ്ങൾ, എന്ത് കാര്യങ്ങൾ ഉണ്ടെങ്കിലും ഡെയിലി കമ്മ്യൂണിക്കേഷൻ ചെയ്യുക. കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്നത് വഴി നമുക്ക് 2 പേർക്കും ഗ്രോ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ അപ്ലൈൻ കണക്ടിവിറ്റി ഇതിനകത്ത് ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ എനിക്ക് പറയാനുള്ളത്,
അപ്ലൈൻ പറയുന്ന കാര്യങ്ങൾ, അത് അപ്ലൈൻ കണക്ടിവിറ്റി വേണം എന്ന് പറഞ്ഞ് അപ്ലൈനെ വിളിച്ചിട്ട് ഒരു ചെവി കൊണ്ട് കേട്ട് മറു ചെവിയിൽ എടുത്തു കളയാതെ അത് എവിടാണോ സ്റ്റോർ ചെയ്ത് വെക്കേണ്ടത്, വേണ്ടുന്ന കാര്യങ്ങൾ തള്ളിക്കളയേണ്ടത് തള്ളിക്കളയുക, ഉൾക്കൊള്ളേണ്ടത് ഉൾക്കൊള്ളുക. ഉൾക്കൊണ്ടുകൊണ്ട് നിങ്ങൾ പ്രവർത്തിച്ചാൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് വിജയിക്കാനായിട്ട് സാധിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ പെട്ടെന്ന് ലാഭം ഉണ്ടാക്കാനോ അല്ലെങ്കിൽ പെട്ടെന്ന് വിജയിക്കാനോ ഒന്നും വന്നവരല്ല. നമുക്ക് സുസ്ഥിരമായ ഒരു വരുമാനം വേണ്ടത് അല്ലെ, ദീർഘകാല വരുമാനം. അപ്പൊ അതിനു വേണ്ടിയിട്ട് കുറച്ച് ക്ഷമയോടുകൂടി നമ്മൾ വർക്ക് ചെയ്താൽ മാത്രമേ നമ്മളും നമ്മുടെ തലമുറകളോളം നമുക്ക് കൈമാറ്റം ചെയ്യാനായിട്ട് സാധിക്കൂ. ഇപ്പൊ നമ്മൾ എവിടെയെങ്കിലും വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ കൂടി നമ്മളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നു, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാനായിട്ട് സാധിക്കത്തില്ല. പക്ഷെ അവിടെ നമ്മൾ ജോലി ചെയ്യുന്നു, അതിന്റെ വരുമാനം വാങ്ങുന്നു. ഇവിടെ നമ്മൾ ജോലി ചെയ്ത് ആദ്യം ചിലപ്പോൾ വരുമാനം ചെറുതാണെങ്കിൽ കൂടി പിന്നീട് നമ്മൾ പോലും അറിയാതെ നമ്മുടെ ടീം സെറ്റ് ആവുന്നുണ്ടാവും. ആ ടീം സെറ്റ് ആവും തോറും പോകെ പോകെ ആ ടീമിന്റെ ആ വ്യാപ്തി കൂടി വരുന്തോറും നമ്മുടെ നെറ്റ്വർക്കിന്റെ ആ ഒരു നെറ്റ്വർക്ക് എക്സ്പാൻഡ് ചെയ്യുന്നതോടുകൂടി നമ്മളുടെ ആ ഒരു ഈ മാസം കിട്ടിയതോ അല്ലെങ്കിൽ അടുത്ത മാസം ഈ വർഷം കിട്ടിയ ഒരു ഇതോ ആയിരിക്കില്ല അടുത്ത വർഷം നമ്മൾക്ക് കിട്ടുന്നുണ്ടാവുക. അപ്പൊ അതുകൊണ്ട് തന്നെ ആദ്യം ചെറിയ ചെറിയ വരുമാനമാണെങ്കിലും ആ വരുമാനത്തിലൊന്നും ഫോക്കസ് ചെയ്യാതെ നാളേക്ക് വേണ്ടി നിങ്ങളുടെ ഫ്യൂച്ചറിന് നിങ്ങൾ എന്താണോ ലക്ഷ്യമിട്ടിരിക്കുന്നത് ആ ഒരു ലക്ഷ്യത്തിന് വേണ്ടി എഫേർട്ട് എടുക്കുക. ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഒരു സ്ഥിര വരുമാനം ദീർഘമായിട്ട് എന്ന് വെച്ചാൽ ഒരുപാട് താമസിക്കാതെ തന്നെ നമുക്ക് പിന്നെ ഏതിനും ഒരു സമയം ഉണ്ടാവും അല്ലെ, ആ ഒരു സമയവും നമ്മളുടെ ആ ഒരു എഫേർട്ടും രണ്ടും കൂടി ഒരുമിച്ച് വരുമ്പോൾ ഉറപ്പായിട്ട് നമ്മൾക്ക് വിജയിക്കാനായിട്ട് സാധിക്കും. കാരണം ഞാൻ അത് വിശ്വസിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഞാൻ ആദ്യം എഫേർട്ട് എടുത്ത വ്യക്തിയാണ്. എനിക്ക് സമയം വന്നത് ഇപ്പോഴാണ്, 2.5 വർഷം ആയപ്പോഴത്തേക്കാണ് എനിക്ക് സമയം വന്നത്. അതുപോലെ നമ്മൾക്കും താൻ പാതി ദൈവം പാതി എന്നാണല്ലോ അല്ലെ. നമ്മൾ ചെയ്യാനുള്ള ആക്ഷൻ ചെയ്യുക, അപ്പോൾ ദൈവം ബാക്കിയെല്ലാം നമുക്ക് അനുകൂലമായിട്ട് തന്നെ കൊണ്ടുതരും എന്ന വിശ്വാസം എനിക്കുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും അതിന് സാധിക്കും. എല്ലാവരും ഈ പറഞ്ഞ കാര്യങ്ങൾ ക്ഷമയോടുകൂടി ഒത്തൊരുമയോടുകൂടി നമ്മുടെ എല്ലാവിധ അപ്ലൈന്റെ എല്ലാവിധ സപ്പോർട്ടും കൂടി ഒരുമിച്ച് നിന്നാൽ വിജയം സുനിശ്ചിതമാണ്. അപ്പൊ എല്ലാവർക്കും അതിന് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ബാക്ക് ടു ഷൈസ. താങ്ക് യു ഭീമ മാഡം. ഒരു ചോദ്യം കൂടെ ഞാൻ ചോദിക്കുകയാണ്. ഭീമ മാഡത്തിന് 100% വെസ്റ്റീജിൽ വിശ്വാസമുണ്ട്, വരുമാനം വാങ്ങിച്ച വ്യക്തിയാണ്. ഉറപ്പുണ്ടോ 1 ലക്ഷം രൂപ എത്രയും പെട്ടെന്ന് വാങ്ങിക്കാൻ പറ്റുന്ന ഉറപ്പുണ്ടോ? 100% ഉറപ്പുണ്ട് സാർ. ഈ വർഷം തന്നെ വാങ്ങിച്ചൂടെ? യെസ്, ഡിസംബറിനകം വാങ്ങിച്ചിരിക്കും. കാരണം അത് എന്തുകൊണ്ടാണെന്നറിയോ, ആ വിശ്വാസം നമുക്ക് എല്ലാവർക്കും ഉണ്ടാവണം. ഇതില്ലാത്തത് കൊണ്ടാണ് പല ആൾക്കാരും അപ്ലയൻസിൽ മെസ്സേജ് അയക്കുമ്പോൾ ബുദ്ധിമുട്ടായിട്ടും കാണുന്നതും വിഷമമായിട്ട് തോന്നുന്നു. ഈ പറഞ്ഞ ഭീമക്ക് തന്നെ സ്റ്റാർട്ടിങ്ങിൽ ആദ്യത്തെ 1 വർഷം വേസ്റ്റ് ആയിരുന്നു. 1 വർഷത്തെ നമ്മൾ പറയുമ്പം പെട്ടെന്ന് എല്ലാത്തിനും എക്സ്ക്യൂസസ് പറഞ്ഞ് മാറിപ്പോവും. ഇന്ന് സമയമില്ല സാറേ, അവിടെയാണ് ഇവിടെയാണ് ബിസിയാണ്, പല കാര്യങ്ങളും പറഞ്ഞ് ഒഴിവാകുമായിരുന്നു. പക്ഷെ ഇന്ന് പറയേ വേണ്ടു, എത്ര ബുദ്ധിമുട്ടാണെങ്കിൽ പോലും ചെയ്യാൻ സാഹചര്യം ഒക്കില്ലെങ്കിൽ പോലും ചെയ്യാമെന്നേ പറയും, നോ പറയില്ല. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അവർക്കറിയാം ഇത് എൻ്റെ ബിസിനസ് അല്ല, അവരെയും കൂടെ ബിസിനസ്സാണ്. ഭീമ മാഡത്തിന് അറിയാം. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ സാധിക്കുവാണെങ്കിൽ, മനസ്സിലാക്കാൻ സാധിക്കുവാണെങ്കിൽ ഈ 76 പേർക്കും 1 ലക്ഷം രൂപ വരുമാനം വാങ്ങിച്ചുതരാൻ എനിക്ക് വളരെ സിമ്പിളാണ്. എനിക്ക് വളരെ ആഗ്രഹമുണ്ട് അത് വാങ്ങിച്ചു തരാൻ. ആഗ്രഹമുണ്ടോ? നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? ഈ 76 പേർക്കും 1 ലക്ഷം രൂപ വരുമാനം വേണമെന്ന് ആഗ്രഹമുണ്ടോ? ഉണ്ടെങ്കിൽ മെസ്സേജ് ഇടാം. ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞിട്ട് മെസ്സേജ് ഇടാം. വെറുതെ ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞിട്ട് പോക്കല്ല കേട്ടോ. ആഗ്രഹമുണ്ടെങ്കിൽ വർക്ക് ചെയ്യാൻ തയ്യാറാവുക. നിങ്ങൾക്ക് ചിന്തിച്ചൂടെ, നമ്മൾ എത്ര കഷ്ടപ്പെട്ടിട്ടാണ് ഇന്നത്തെ കുട്ടികളൊക്കെ പഠിക്കണേ. 1ാം ക്ലാസ് തൊട്ട് ഡിഗ്രിയും ഗ്രാജുവേഷൻ കഴിഞ്ഞ് പഠിച്ച് ഇറങ്ങിയിട്ട് ജോലി കിട്ടാതെ കഷ്ടപ്പെടുന്ന എത്ര കുട്ടികളെ നിങ്ങൾ കാണുന്നുണ്ട് നമ്മുടെ സമൂഹത്തിൽ. അവർ എത്ര സന്തോഷത്തോടെയും പഠിച്ചിട്ടുണ്ടാവും. ഒരു ജോലി നേടണം, നല്ല വരുമാനം വാങ്ങിക്കണം, ലക്ഷറി ലൈഫ് വേണമെന്ന് വെച്ചാൽ ചെയ്യുന്നുണ്ടാവും. പക്ഷേ എന്ന് വെച്ചാൽ എത്ര ആൾക്കാരാണ് ലക്ഷറി ലൈഫിൽ പോയത്? എത്ര കഴിവുള്ള അധ്യാപകന്മാരാണ് അവർ പഠിപ്പിക്കുന്നത്? എത്ര ഫീസ് കൊടുത്തിട്ടാണ് പഠിക്കുന്നത്? എത്ര രാവും പകലും ഉറക്കമൊഴിഞ്ഞ് പഠിക്കുന്ന കുട്ടികളുണ്ട്. ഇവിടെ അത്ര വില ബുദ്ധിമുട്ടുണ്ടോ? ഭീമ ഇപ്പം വാങ്ങിക്കുന്ന വരുമാനത്തിനുള്ള അത്രയും പഠിക്കുന്നുണ്ടോ? ഭീമേൻ്റെ അടുത്ത് ബുക്ക് എടുത്ത് പഠിക്കണോ? ഇമ്പോസിഷൻ ഉണ്ടോ? എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഒരു ബുദ്ധിമുട്ടില്ല. കുറച്ച് സമയം കണ്ടെത്തിയാൽ മാത്രം മതി. ഇന്ന് ഭീമക്ക് അറിയാം, ഞാനിത് ഭീമയോട് പറയണം, എനിക്ക് ഭീമക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല, ഭീമയോട് ഒറ്റയ്ക്ക് ചെയ്തു പറഞ്ഞാലും ഭീമ ചെയ്യാതൊന്നും ഇരിക്കില്ല. കാരണം 1 ലക്ഷം രൂപ അതിൻ്റെ മണം അറിഞ്ഞ വ്യക്തിയാണ്. തൊട്ടടുത്ത് കാണുന്നുണ്ട്. 1 ലക്ഷം രൂപ അങ്ങ് അപ്പുറം കാണുന്നുണ്ട്. അതെടുക്കാൻ ഞാനില്ലെങ്കിൽ ഭീമ വില 2 സ്റ്റൂളൊക്കെ വെച്ച് അതിന് മേലെ കയറി അത് പൈസ എടുത്തുകൊടുന്നായിരിക്കാം, എനിക്കറിയാം. ആ 1 ലക്ഷം എടുക്കുന്ന സമയത്ത് അതിൻ്റെ അപ്പുറം കാണുന്നത് 5 ലക്ഷം രൂപയാണ്. അതെടുത്ത് പെട്ടെന്ന് കാണും. ഇതിൻ്റെ പ്രശ്നം അറിയോ, ഈ 100 രൂപയിൽ നിന്ന് 500 പോകാൻ ഭയങ്കര പാടാണ്. ഒരു 100 രൂപ ഫസ്റ്റ് ഇൻകം വാങ്ങിച്ച വ്യക്തിക്ക് 500 രൂപയാവാൻ
നല്ല ബുദ്ധിമുട്ടാണ്. 500 രൂപയുള്ള വ്യക്തിക്ക് 1500 അവന് കുറച്ച് കഷ്ടപ്പാടാണ്. 1500 4000 നല്ല കഷ്ടപ്പാടുണ്ടെങ്കിൽ ചില ആൾക്കാർ ഈ 4000 തൃപ്തിപ്പെട്ട് നിർത്തി പോകുന്ന ആൾക്കാരുണ്ടാവും. പല ആൾക്കാർക്ക് അങ്ങനെ ഇപ്പോൾ ഇപ്പോൾ സുഷിത മേഡത്തിനും വിനോദ് സാറിന് കുറേ ആൾക്കാർക്ക് അറിയാം ഇതിൽ എങ്ങനെ വരുമാനം കറക്റ്റായി വാങ്ങിക്കാം, എന്താണ് ഇതിൽ ചെയ്യേണ്ടത്, ഡെത്ത് ഡ്രൈവിംഗ് എന്താണെന്ന് അവർക്ക് നന്നായിട്ട് അറിയാം. അവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അതിൽ വരുമാനം വാങ്ങിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. ഇതിൽ പല ആൾക്കാരും പ്രശ്നം അവരുടെ മനസ്സിൽ എങ്ങനെയെങ്കിലും ബ്രോൺസ് സെലക്ടർ ആവുക എന്നുള്ള ചിന്തയിലുണ്ടാവുക. അതങ്ങ് ആയിക്കഴിഞ്ഞാൽ ആ മാസത്തെ വരുമാനം വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ആ ഒരു പിൻ ലെവൽ അച്ചീവ് ചെയ്യാൻ വേണ്ടി വർക്ക് ചെയ്ത ആൾക്കാരുണ്ടാവും. ഇപ്പോൾ ചാവൽ സാറിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം കഴിഞ്ഞ മാസം നമ്മൾ എൻ്റെ ഓർഗനൈസേഷനിൽ 700-800 PV ഷോർട്ടേജസ് ലാസ്റ്റ് ദിവസം ഉണ്ടായിട്ട് പോലും കഷ്ടപ്പെട്ട് ബ്രോൺസ് ആൾക്കാർ ഒരുപാട് ആൾക്കാരുണ്ട്. പക്ഷേ ചാവൽ സാർ 100 PV ഷോർട്ടേജസേ ഉള്ളൂ. അടുത്ത മാസം മതി സാറേ വിട്ടേക്കെന്ന് പറഞ്ഞു. കാരണം ആ രീതിയിൽ സ്ട്രക്ചർ ചെയ്തിട്ട് അദ്ദേഹം വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് അദ്ദേഹത്തിന് ഒരിക്കലും ഇതിൽ ബാക്കോട്ട് തിരിഞ്ഞു നോക്കേണ്ട ആവശ്യം വരുന്നില്ല. കഴിഞ്ഞ മാസം അദ്ദേഹം നോക്കിയത് അദ്ദേഹത്തിൻ്റെ ക്വാളിഫിക്കേഷൻ നോക്കിയിട്ടില്ല, സ്ട്രക്ചർ ചെയ്തിട്ട് അടുത്ത മാസം ആയിക്കോളാം, ഓട്ടോമാറ്റിക് 15-ാം തീയതി കണക്കിന് ആയി. ഇനി അദ്ദേഹത്തിന് ഇൻകം എത്രയും കൂട്ടാം. ഇനി അദ്ദേഹം കൊണ്ടുവരുന്ന ഓരോ വോളിയത്തിനും അദ്ദേഹത്തിന് വരുമാനം കൂട്ടിയെടുക്കാൻ പറ്റും. അടുത്ത മാസം 10,000 ഈ മാസം 10,000 വാങ്ങിക്കുന്നതിന് അടുത്ത മാസം അദ്ദേഹത്തിന് 15,000-20,000 വാങ്ങിക്കാൻ സാധിക്കും. ആ ലെവലിലേക്ക് പോകാം. അതുകൊണ്ട് അത് നേരെ 1,00,000-ലേക്ക് പോകാൻ ഒരു ബുദ്ധിമുട്ടില്ല. ഇത് ഈ ഒരു 20,000-30,000 വാങ്ങിച്ച വ്യക്തിക്ക് പിന്നെ ഈ ബിസിനസ് തിരിഞ്ഞു നോക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഇവരത് വാങ്ങിക്കുന്ന വ്യക്തിയാണ്, ഷാഹുൽ സാർ അത് വാങ്ങിക്കാൻ പോകുന്ന വ്യക്തിയാണ്, വിനോദ് സാറും സുഷിതാമ്മയോടും അതിന് അടുത്തെത്തിരിക്കുന്ന വാങ്ങിക്കുന്ന വ്യക്തികളാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും എത്താൻ സാധിക്കും. പക്ഷേ ക്ഷമ വേണം. ഇന്ന് ഇതിലുള്ള പല ആൾക്കാരെയും പ്രശ്നം എന്താ, ഈ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് വളരെ നല്ല വിശ്വാസമുണ്ട്, കോൺഫിഡൻ്റ് ഉണ്ട്, ഞങ്ങൾ പറയുന്ന വാക്കുകൾ മോട്ടിവേഷനായി ഇരിക്കുന്ന ആൾക്കാരെ കൂടുതലും. മോട്ടിവേഷൻ മാത്രമേ ഉള്ളൂ, ആക്ഷൻ ഇല്ല. ആക്ടിവേഷൻ അവിടെ ഇല്ല, മോട്ടിവേഷൻ മാത്രം. അല്ല, ആക്ഷൻ നടക്കണം. നമ്മൾ കണ്ട കാര്യങ്ങൾ പഠിച്ച കാര്യങ്ങൾ ചെയ്യണം. എന്ന് വെച്ചാൽ ഇതിൽ ആൾക്കാരെ കൊണ്ട് ജോയിൻ ചെയ്യിപ്പിക്കലല്ല നിങ്ങൾ ചെയ്യേണ്ട കാര്യം. ഇന്ന് ഇതിൽ 100 PV സാധനം വാങ്ങിക്കാൻ 3,000 രൂപ ആവശ്യമുള്ളൂ, 3,000-3,500 രൂപ ആവശ്യമുള്ളൂ. കുറച്ച് മുന്നേ ആണെങ്കിൽ നമ്മൾ കമ്പനിയുടെ പ്രൊഡക്റ്റിന് MRP കുറവാണ്. ഒരു പേസ്റ്റൊക്കെ ഒരാൾക്ക് കൊടുത്താൽ 13 രൂപയെ കിട്ടുള്ളായിരുന്നു. ഇന്നൊരു പേസ്റ്റ് ആർക്കും കൊടുത്തു കഴിഞ്ഞാൽ 35-38 രൂപ ലാഭമുണ്ട്. അല്ലേ? ഒരു 100 PV തികയ്ക്കാൻ നമുക്ക് സാധിക്കുവാണെങ്കിൽ, ഇപ്പം ഭീമ മാഡം പറഞ്ഞ 1,00,000 രൂപ വരുമാനം വാങ്ങിക്കാൻ സിമ്പിളാണെന്ന് പറഞ്ഞ സ്ഥിതിക്ക്, 5,00,000 രൂപ വരുമാനം വാങ്ങിക്കാൻ സിമ്പിളാണെന്ന് പറഞ്ഞ സ്ഥിതിക്ക് നമുക്കൊരു ചെറിയൊരു കമ്മിറ്റ്മെൻറ്റ്, ഒരു 100 PV കമ്മിറ്റ്മെൻറ്റ് നമുക്ക് ചെയ്തൂടെ? 30 ദിവസം, ഒരു മാസം സമയമുണ്ട്. ഒരു 100 PV കമ്മിറ്റ്മെൻറ്റ് നമുക്ക് ചെയ്തൂടെ? വാങ്ങിച്ച് ഉപയോഗിച്ചുകൊണ്ട് മാത്രമല്ല, ഒരു 100 PV സാധനം നമ്മൾ വാങ്ങിച്ച് കുറച്ച് ആൾക്കാർക്ക് 1-2 ലോയൽ കസ്റ്റമർക്ക് കൊടുത്തു കഴിഞ്ഞാൽ അത് സ്ഥിരമായിട്ട് റൊട്ടേഷൻ ചെയ്തുകൊണ്ട്, നേരത്തെ ഞാൻ ഒരാൾക്ക് എൻ്റെ ടീമിൽ പുതുതായി ജോയിൻ ചെയ്ത സാബിറ പറഞ്ഞ ലേഡിയുണ്ട്, തളിപ്പറമ്പിലാണ്, 22 മീറ്റിങ്ങുണ്ട്. ഞാൻ നേരത്തെ കഴിഞ്ഞ ആഴ്ച 2 ദിവസം മുന്നേ ഐഡിയ എടുത്ത വ്യക്തിയാണ്. ഐഡിയ എടുത്ത് പർച്ചേസ് ചെയ്യാൻ വേണ്ടി ഞാൻ പറഞ്ഞു തളിപ്പറമ്പിൽ ഷോപ്പുണ്ട്. ആ ഷോപ്പിൻ്റെ ഒരു ഫോട്ടോ ഞാൻ വെറുതെ അയച്ചു കൊടുത്തു. തളിപ്പറമ്പിൽ ഷോപ്പിൽ പ്രൊഡക്റ്റ് വെച്ച ഫോട്ടോ ഇങ്ങനെ അയച്ചു കൊടുത്ത സമയത്ത് ആ ഷെൽഫിൽ കണ്ട് ഫ്ലോർ ക്ലീനർ ഫോട്ടോ കണ്ടപ്പോൾ പറഞ്ഞു, ഇത് ഞാൻ കുറേ കാലമായി വാങ്ങിച്ച് ഉപയോഗിക്കുന്ന സാധനമെന്ന് പറഞ്ഞു. അത് MRP കൊടുത്തിട്ട് വാങ്ങിച്ച് ഉപയോഗിച്ചുകൊണ്ടിരിക്കുക കുറേ കാലമായിട്ട്. ആ ഫ്ലോർ ക്ലീനർ പിക്ചർ കണ്ടപ്പോൾ അവർക്കറിയാം ആ പ്രോഡക്റ്റ് വാങ്ങിക്കുന്നത് 80-90-100 രൂപയായിട്ട് എക്സ്ട്രാ കൊടുത്ത് വാങ്ങിച്ച് ഉപയോഗിക്കുന്ന. നിങ്ങളുടെ അയൽവക്കത്തുള്ള പല ആൾക്കാരും വെസ്റ്റീൻ്റെ പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്നത് നിങ്ങൾക്ക് അറിയില്ല. അവർ MRP കൊടുത്ത് വാങ്ങിച്ചുകൊണ്ടിരിക്കുക സാധനം. ഇന്ന് ഞാൻ സാബിറ പറഞ്ഞപ്പോഴേ ഞാൻ പറഞ്ഞു അവർ ഈ പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്നത്. ആരൊക്കെ വീട്ടിൽ കൊണ്ട് സെയിൽ ചെയ്യുന്ന ആൾക്കാരുണ്ട്. പക്ഷേ നിങ്ങൾ ഇതിന് സെയിൽ ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷെ കുറച്ച് ലോയൽ കസ്റ്റമറെ കണ്ടെത്തി കഴിഞ്ഞാൽ ഒരു 100 PV നിങ്ങൾക്ക് എല്ലാവർക്കും മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കും. നമ്മുടെ ഓർഗനൈസേഷനിലും മാത്രമേ ഉള്ളൂ. ഇനി ഇന്ത്യയിൽ ഓരോ ഓർഗനൈസേഷനിലും ഇങ്ങനൊരു ജോയിനിങ്ങോ ഇങ്ങനെ ജോയിൻ ചെയ്യുന്നവർക്ക് സപ്പോർട്ട് ചെയ്യാറില്ല. നമ്മളെ SP ബലിൽ സാർ തന്നെ പറഞ്ഞിരിക്കുന്നത് 300 PV ഒന്നും ചെയ്യാതെ ആൾക്കാർക്ക് സപ്പോർട്ട് ചെയ്യാൻ പാടില്ലെന്ന് പറയാം. 300 PV മാസം വർക്ക് ചെയ്യുന്ന വ്യക്തിൻ്റെ കൂടെ മാത്രമേ വർക്ക് ചെയ്യാൻ പാടുള്ളൂ എന്ന് പറഞ്ഞു. അവർക്ക് മാത്രമേ കൗൺസിലിംഗ് കൊടുക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞു. അവർക്ക് മാത്രമേ ഒരു സെഷൻ ട്രെയിനിങ് കൊടുക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞു. കാരണം 300 PV വാങ്ങിച്ച് ഉപയോഗിക്കാനല്ല, 300 PV കമ്മിറ്റ്മെൻറ്റ് ചെയ്യുന്ന വ്യക്തിക്ക് സപ്പോർട്ട് ചെയ്യാൻ പാടുള്ളൂ പറഞ്ഞെങ്കിൽ ഞാൻ മാത്രമേ, ഷാജി മിത്തൽ എന്ന വ്യക്തിയുടെ ഓർഗനൈസേഷൻ മാത്രമേ നിങ്ങൾ 50 രൂപയുടെ സോപ്പ് വാങ്ങിച്ചാലും സപ്പോർട്ട് ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ അതിനും ബുദ്ധിമുട്ട് പറഞ്ഞ ആൾക്കാരാണ്. നേരത്തെ ഉച്ചയ്ക്ക് ഒരാൾക്ക് ഞാൻ പ്ലാൻ കൊടുത്ത്, ഉച്ചയ്ക്ക് ഒരു ചെറിയ പയ്യൻ 18 വയസ്സേ ഉള്ളൂ, പ്ലാൻ കേട്ടപാട് ലാസ്റ്റ് ഇറങ്ങിപ്പോയി. ഞാൻ അപ്പത്തിന് വിളിച്ചു. അപ്പോൾ പറഞ്ഞ് സോപ്പ് വാങ്ങിക്കാൻ പൈസ ഇല്ലാണ്ട് ഞാൻ ഇറങ്ങിപ്പോയതാണ്. ഞാൻ പറഞ്ഞു ഒരു സോപ്പ് വാങ്ങിച്ച് 50 രൂപ നിൻ്റെ വീട്ടിൽ നിന്ന് പാരൻസ് തരില്ല വെച്ചു. മൊബൈൽ റീചാർജ് 200-300 രൂപ വീട്ടിൽ നിന്ന് വാങ്ങിച്ച് പോകുന്ന ആൾക്കാരാണ്. അതിനിടെ ഹോട്ടലിൽ കയറി ജ്യൂസ് കഴിക്കാനും
ചിക്കൻ കഴിക്കാൻ ഇതിനൊക്കെ വീട്ടിൽ നിന്ന് പൈസ വാങ്ങിക്കുന്ന ആൾക്കാർ. 50 രൂപയുടെ സോപ്പ് വാങ്ങിക്കാൻ പൈസ കൊടുക്കാതെ വീട്ടുകാരാണ്. ഞാൻ പറഞ്ഞു 50 രൂപയുടെ സോപ്പ് വാങ്ങിക്കാൻ പറ്റുമെങ്കിൽ ഐഡിയ എടുത്ത് 50 രൂപ സോപ്പ് വാങ്ങിക്കാൻ സാധിക്കുമെന്ന് ഞാൻ സപ്പോർട്ട് ചെയ്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന് ബുദ്ധിമുട്ടാണ് പറഞ്ഞു. വരുമാനം ആഗ്രഹമുണ്ട്, ഒന്നും ചെയ്യാൻ സാധിക്കില്ല. ഇവിടെയുള്ള എല്ലാ 71 പേരോടും ഞാൻ പറയുകയാണ്, സുഹൃത്തുക്കളെ, നിങ്ങൾ മനസ്സിലാക്കുക, ഇതിൽ കുറച്ച് കമ്മിറ്റഡ് ആയിട്ട് എന്തെങ്കിലും നിങ്ങൾ ചെയ്യൂ, എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി ചെയ്യൂ. നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റി കഴിഞ്ഞാൽ നമ്മളുടെ വീട്ടിലേക്കുള്ള സാധനം മാക്സിമം ഇതിൽ ഉപയോഗിക്കാൻ ശ്രമിക്കുക. അതിൽ നിങ്ങൾക്ക് അതിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ആ ഒരു റെസ്പോൺസിബിലിറ്റി നിങ്ങൾ ആർക്കെങ്കിലും നിങ്ങളുടെ ഫ്രണ്ട്സിന് കൊടുത്തിട്ടെങ്കിലും കുറച്ച് കസ്റ്റമറെ മെയിൻറ്റെയിൻ ചെയ്തെങ്കിലും ആ റെസ്പോൺസിബിലിറ്റി നിങ്ങൾക്ക് തികയ്ക്കുക. ഇതെന്തുകൊണ്ട് അതിനും ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിട്ടായിരിക്കില്ല, ചിലപ്പോൾ നിങ്ങളുടെ ഫാമിലിയെ സപ്പോർട്ട് ചെയ്യാനായിരിക്കും, ഫാമിലിയിൽ സാധനം വാങ്ങിക്കാൻ പൈസ തരാനായിരിക്കും. ചില കൂട്ടുകുടുംബങ്ങളുടെ വീടാണെങ്കിൽ ചിലപ്പോൾ സാധനം വാങ്ങിക്കുന്ന ഒരാളായിരിക്കും അല്ലേ, മറ്റുള്ള കാര്യങ്ങൾ നോക്കുന്നത് നിങ്ങളുടെ ആൾക്കാരായിരിക്കും. അപ്പോൾ ഈ സാധനം വാങ്ങിക്കാൻ നിങ്ങളുടെ കാറ്റഗറി അല്ല എങ്കിൽ, നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കില്ല എങ്കിൽ, നിങ്ങൾക്ക് അതിന് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ, ഇതിൽ വിജയിക്കണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരൊറ്റ കാര്യം ചെയ്താൽ കുറച്ച് ലോയൽ കസ്റ്റമറെ കണ്ടുപിടിച്ചുകൊണ്ട് ചെയ്യാം. ഇന്ന് ഏറ്റവും കൂടുതൽ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിലുള്ള ലേഡീസാണ് ചെയ്യുന്നതെങ്കിൽ എല്ലാ ഹസ്ബൻഡും നെഗറ്റീവ് പറഞ്ഞ് പിന്തിരിപ്പിക്കുകയാണ്. കാരണം എന്തുകൊണ്ടാണ്? നമ്മുടെ നാട്ടിലുള്ള ഓവർ പർച്ചേസ് ചെയ്ത പല കമ്പനികളും കൊടുത്ത പണിയാണിത്. വാങ്ങിച്ചു വെച്ച സാധനം എന്തിനാണ് ഉപയോഗിക്കേണ്ടത് പോലും അറിയാതെ വാങ്ങിച്ച് വീട്ടിൽ കട്ടിനുള്ളിൽ സ്റ്റോക്ക് ചെയ്ത് വെച്ച പ്രശ്നം കൊണ്ടാണ്, വേറെ ഒന്നും കൊണ്ടല്ല. ഹസ്ബൻഡിനോട് ദേഷ്യം കൊണ്ടല്ല അവർ സമ്മതിക്കാത്തത്, വീണ്ടും ഒരു 25,000 ചെലവാക്കാൻ ഹസ്ബൻഡിന് സാധിക്കാത്തതുകൊണ്ടാണ്. ഇന്നത്തെ കാലഘട്ടത്തിൽ 25,000 രൂപയുടെ സാധനം വാങ്ങിച്ച് കട്ടിൻ്റെ അടിയിൽ വെക്കുക ചെറിയ കാര്യമൊന്നുമല്ല, ശരിയല്ലേ? 25,000 രൂപയുടെ സാധനം വാങ്ങിച്ച് എന്തിനാണ് ഉപയോഗിക്കാൻ അറിയില്ല, ഇതെന്തിനാണ് സാധനം കൊടുക്കുന്നത് അറിയില്ല, വാങ്ങിച്ച് ആരോ അറിയാതെ 2-3 ആൾക്കാർ ചോദിച്ചു, അവർ കളിയാക്കി കഴിഞ്ഞപ്പോൾ അപ്പം തന്നെ കട്ടിൻ്റെ അടി കൊണ്ട് വെക്കുക. ആ 25,000 ഉണ്ടാക്കിയ ഹസ്ബൻഡിന് എന്തിയാലും വിഷമം വരും അല്ലേ? ഇന്നൊരു കുട്ടികൾക്ക് ഫീസെടുക്കാൻ എന്ത് ബുദ്ധിമുട്ടാണ്, അരി വാങ്ങിക്കാൻ പൈസക്ക് എന്ത് ബുദ്ധിമുട്ടാണ്. ആ സമയത്താണ് നിങ്ങൾ ആവശ്യമില്ലാതെ 25,000 സാധനം വാങ്ങിച്ച് കട്ടിൻ്റെ അടി കൊണ്ടുവച്ചിരിക്കുന്നത്. ഈ ഒരു പേടി കൊണ്ടാണ് ഇന്ന് എല്ലാ വീടുകളിലും നെഗറ്റീവ് വരുന്നത്. ഇനി ഹസ്ബൻഡാണ് ചെയ്യുന്നതെങ്കിൽ വൈഫ് നെഗറ്റീവ് പഠിപ്പിക്കുന്നത് എന്തുകൊണ്ടായിരിക്കും? നിങ്ങൾ ഇതേപോലെ പല കമ്പനികളുടെ പ്രൊഡക്റ്റ് വാങ്ങിച്ച് വീട്ടിൽ കൊണ്ടുവച്ചിട്ടുണ്ട്. ഉള്ള പൈസ വെച്ച്, നിങ്ങൾക്ക് ഉണ്ടാക്കുന്ന പൈസ വെച്ച് നിങ്ങൾ ഇതുപോലെ ഏതെങ്കിലും കമ്പനിയുടെ സാധനം വാങ്ങിച്ച് പൈസ കളഞ്ഞിട്ടുള്ളതുകൊണ്ടാണ് നിങ്ങളുടെ വീട്ടിൽ നിന്ന് വൈഫിൽ നെഗറ്റീവ് പഠിപ്പിക്കുന്നത്. ശരിയാണോ അല്ലയോ? ആർക്കും മെസ്സേജ് അയക്കാം, ഞാൻ പറഞ്ഞ് ശരിയാണോ അല്ലയോ? നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് നെഗറ്റീവ് ഉണ്ടെങ്കിൽ ഈ 2-3 കാര്യങ്ങൾ മാത്രമായിരിക്കും. നിങ്ങളല്ല ഇങ്ങനത്തെ ഒരു പരിപാടിക്കും പോയിട്ടില്ല എന്നിട്ട് നെഗറ്റീവ് ആണെങ്കിൽ നിങ്ങളുടെ വീട്ടിലുള്ള ആൾക്ക് അറിയാം, ഇതേപോലുള്ള കാര്യങ്ങൾ നിങ്ങളുടെ തൊട്ടടുത്തവർ കണ്ടിട്ടുണ്ട്. ഈ ഒരു കാര്യങ്ങൾ കൊണ്ട് മാത്രമാണ് നമ്മൾക്ക് ഈ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടുള്ളത്. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ ആ വ്യക്തിയുടെ വീട്ടിൽ ഈ ലിക്വിഡ് കൊണ്ടുകൊടുക്കുന്ന ആൾക്കാർ ഈ സാധനം വാങ്ങി സെയിൽ ചെയ്ത് നടക്കുന്നത് എന്തുകൊണ്ടായിരിക്കും? അവരെ വീട്ടിൽ നിന്ന് സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ്. പക്ഷെ അവർക്ക് 100% വിശ്വാസമുണ്ട്, ഈ ബിസിനസ് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ കമ്മിറ്റ്മെൻ്റ് ആയ 100 PV അല്ലെങ്കിൽ 160 PV ഒരു മാസം കമ്മിറ്റ്മെൻറ്റ് ഞാൻ ചെയ്യുന്നൊരു തീരുമാനം എടുക്കാൻ സാധിക്കുകയാണെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഇതിലെല്ലാവർക്കും ചെയ്യാൻ പറ്റില്ല. ഒരു 3,500 സാധനം വാങ്ങിച്ചിട്ട് ആർക്കെങ്കിലും ഒന്ന് കൊടുക്കാൻ ഒരു മാസം കൊണ്ട്, ഒരു മാസം 30 ദിവസം സമയമുണ്ട്. ആ 30 ദിവസത്തിനുള്ളിൽ ഒരു മണിക്കൂർ ആ പ്രൊഡക്റ്റ് ആർക്കും കൊടുക്കാനുള്ള ഒരു കമ്മിറ്റ്മെൻറ്റ് കാണിക്കുകയാണെങ്കിൽ 3-4 ദിവസം കൊണ്ട് അത്രയും സാധനം തീർക്കാൻ പറ്റും. അർച്ചന ഒന്ന് അൺമ്യൂട്ട് ആക്കണേ. ഒരു 30 ദിവസം കൊണ്ട് നമ്മളങ്ങനെ തീരുമാനം എടുക്കാൻ സാധിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും 100 PV ചെയ്യാൻ സാധിക്കുന്നുണ്ടാവും. ഈ 100 PV നിങ്ങൾ റെഗുലറായി ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അതിൻ്റെ ബെനിഫിറ്റ്, ഫ്രീ പ്രൊഡക്റ്റ് വരാൻ തുടങ്ങുന്നുണ്ടാവും. നിങ്ങളുടെ കസ്റ്റമറിൻ്റെ എണ്ണം കുറച്ച് കൂടാൻ തുടങ്ങുന്നുണ്ടാവും. കുറേ കസ്റ്റമറുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുന്നുണ്ടാവും. പിന്നെ നിങ്ങൾക്ക് 100 PV നിന്ന് 200 PV ചെയ്യാൻ സാധിക്കും. അത് 300 PV-യിലേക്ക് എത്താൻ സാധിക്കും കുറച്ച് കഴിയുമ്പോൾ. ഞാൻ ഇതിൽ മെല്ലെ തിന്നാൽ പനയും തിന്നാന്നുള്ള പഴഞ്ചൊല്ലി നോക്കിയിട്ടാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. നിങ്ങൾക്ക് 50 രൂപയുടെ സോപ്പ് വാങ്ങിച്ച് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുവാണെങ്കിലും കുറച്ച് പതുക്കെ ഞാൻ നിങ്ങളിതിലേക്ക് എത്തിച്ചു തരാം, 300 PV-യിലേക്ക് എത്തിച്ചു തരാം. ഷാഹുൽ സാർ ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് അദ്ദേഹം, എനിക്ക് തോന്നുന്നു ഭീമാ മേഡത്തിൻ്റെ കാര്യം, അദ്ദേഹം സ്റ്റാർട്ട് ചെയ്ത സമയത്ത് 7 PV ആണോ 16 PV ആണെന്ന് എനിക്കറിയില്ല. ആ സമയത്ത് പോലും ഒരു അപ്ലൈനും അദ്ദേഹത്തിന് സപ്പോർട്ട് ചെയ്യുമ്പോൾ ചിന്തിക്കാൻ പറ്റിയിട്ടുണ്ടായില്ല. പക്ഷെ ഞാൻ അദ്ദേഹത്തിനോട് ഞാൻ കൂടി പറഞ്ഞു, ഞാൻ സപ്പോർട്ട് ചെയ്ത് തരാം. കാരണം അദ്ദേഹം അത് PV കൂട്ടി 100 PV എത്തിച്ചു. അദ്ദേഹത്തിന് ഒരു ബുദ്ധിമുട്ടും അവിടെ വന്നിട്ടില്ല, സാമ്പത്തിക ബുദ്ധിമുട്ട് വന്നിട്ടേ ഇല്ല, അവിടെ 1 രൂപ ചിലവായിട്ടേ ഇല്ല അദ്ദേഹത്തിന്. പക്ഷേ പല ആൾക്കാരുടെ പ്രശ്നം ഉണ്ടാണ്, ചിലപ്പോൾ ആദ്യത്തെ പ്രാവശ്യം 100 PV വാങ്ങിച്ചിട്ടുണ്ടോ പിന്നെ ജീവിതകാലം മുഴുവൻ സാധനം വാങ്ങിക്കില്ല, വല്ല കോൾഗേറ്റും ക്ലോസപ്പാണ്. എന്നിട്ട് ഇവിടെ വന്നിട്ട് മീറ്റിംഗ് ഇരുന്നിട്ട് വല്ല കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. ഉണ്ടോ? കാര്യമുണ്ടോ? നിങ്ങൾ കോൾഗേറ്റും ക്ലോസപ്പും വാങ്ങിച്ചിട്ട് ഇവിടെ വന്ന് മീറ്റിംഗ് ഇരുന്നിട്ടുണ്ടോ? കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. നമ്മൾ ഇതെല്ലാം ചെയ്യാൻ ശ്രമിക്കുക. സാധനം വാങ്ങിക്കുന്നത് ബുദ്ധിമുട്ടായിട്ട് എല്ലാവരും റിസ്ക് ആയിട്ട് കാണാം. ആദ്യം നമ്മളിതിലൊരു കോൺഫിഡൻസ് ഉണ്ടാക്കിയെടുക്കുക. വെസ്റ്റീജ് കമ്പനി എത്രത്തോളം മഹത്തരമായ കമ്പനിയാണ്, നിങ്ങളുടെ ലൈഫ് ലക്ഷറി ലൈഫിലേക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന കമ്പനിയാണിത്.
അത് നിങ്ങൾക്ക് തിരിച്ചറിവുണ്ടാവണമെങ്കിൽ എന്താണ്, ID എടുത്ത് ജോയിൻ ചെയ്യിപ്പിച്ചു കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് തന്നെ വലിയൊരു ബുദ്ധിമുട്ടായി തോന്നും. ID എടുത്ത് പോയല്ലോ, ഇദ്ദേഹം വിളിക്കാൻ തുടങ്ങിയല്ലോ, സാധനം വാങ്ങിക്കാൻ വേണ്ടി വിളിക്കുകയാണ്. ഇന്ന് പല ആൾക്കാരും പ്രശ്നം അതാണ്. ID എടുത്ത ശേഷം പിന്നെ ആ വ്യക്തി റിപ്ലൈ കൊടുക്കൂല. ഒരു റിപ്ലൈ കിട്ടിക്കഴിഞ്ഞാൽ സന്തോഷിക്കുന്ന അപ്ലൈനാണ്. ശരിയാണോ അല്ലയോ? നിങ്ങൾ പല ലീഡേഴ്സും ശ്രദ്ധിച്ചോ, നിങ്ങളൊരു വ്യക്തിയുടെ ID എടുത്തു കഴിഞ്ഞാൽ ആ വ്യക്തിയുടെ റിപ്ലൈ കിട്ടൂല. പിന്നെ KYC ചെയ്യാൻ വേണ്ടി ചിലപ്പോൾ റിപ്ലൈ കിട്ടൂല. എന്തുകൊണ്ടാണെന്നില്ല, അതിനുശേഷം പേടിച്ചങ്ങ് പോവാണ്. ID എടുക്കുമ്പോൾ പൈസ വല്ലതും കൊടുത്തിട്ടുണ്ട്, പിന്നെ എന്തിനു പേടിക്കണം? ആ ബിസിനസ് എന്താണ് മനസ്സിലാക്കാൻ വേണ്ടി കൂടെ നിന്നൂടെ? അതിന് മടി കാണിക്കുന്ന ആൾക്കാരെ കൂടുതൽ. പിന്നെ ഇതിൽ നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യം, ഞാൻ എന്നും പറയുന്ന വാക്കുകളാണ്. ഇന്ന് ഭീമ മേഡത്തിന്റെ വരുമാനം 5 ലക്ഷം രൂപ ആക്കി കൊടുക്കാൻ സാധിക്കുവാണെങ്കിൽ ഞാൻ വളരെ ഹാപ്പിയാണ്. അവരുടെ വരുമാനം എത്ര കൂടുന്നു അത്രയും മൾട്ടിപ്പിൾ LOB എനിക്ക് വരും. ഭീമ മേഡത്തിന് മാത്രമല്ല, ആ ഓർഗനൈസേഷനിൽ എത്ര PV വരുവാണോ അതിൻ്റെ മൾട്ടിപ്പിൾ LOB എനിക്ക് വരും. എൻ്റെ ഇൻകം അവിടെയാണ് സേഫ്. അല്ലാതെ ഒരു 5625 PV ഒരു LOB വരുമ്പോഴുള്ള വരുമാനമല്ല. അതിൻ്റെ താഴെ എത്ര LOB വാങ്ങിച്ചു കൊടുക്കാൻ പറ്റുമോ അത് ഞാൻ എൻ്റെ ഇൻകം, എൻ്റെ 3 ഫാമിലി ജനറേഷനെ സേഫ് ആക്കാൻ പറ്റുന്ന ഇൻകം. അത് മൾട്ടിപ്പിൾ LOB ആണത്. ആ മൾട്ടിപ്പിൾ LOB ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ആ ടീമിൽ ഞാൻ ഇത്രയും താഴെ പോയിട്ട് അമ്പലക്കുളത്തിലെ പാവി കുടുങ്ങിയ പോലെ വർക്ക് ചെയ്തിട്ട് ഞാൻ പൊങ്ങാതെ അവിടെ തന്നെ നിന്ന് വർക്ക് ചെയ്തതാണ്. അവിടെ സേഫാക്കി വെച്ചിരിക്കുകയാണ് ഓരോ ആൾക്കാരെ. എനിക്കറിയാം, എൻ്റെ അപ്ലയൻസ് മേലുള്ള ഓരോ ലീഡേഴ്സും പറയാറുണ്ട് അവിടെ നിന്ന് പൊങ്ങി വരാൻ വേണ്ടിയിട്ട്. എനിക്ക് പിന്നെ പൊങ്ങാൻ പറ്റില്ല. ഞാൻ പറഞ്ഞു ഞാൻ പൊങ്ങിക്കോളാം, കുഴപ്പമില്ല. ഞാനതാ പതുക്കെ പൊങ്ങി വന്നില്ല മേലോട്ട്. ആദ്യം ഇതുപോലൊരു പൊങ്ങൽ ഞാൻ പൊങ്ങിയിട്ടില്ലായിരുന്നു. ഞാൻ പൊങ്ങിയപ്പോൾ ഞാൻ മേലോട്ട് കണ്ണു പൊങ്ങി നോക്കുമ്പോൾ എല്ലാവരും എന്നെക്കാളും മേലെ കിടക്കുന്നത്. താഴെ ആരും എല്ലാം മേലെ കിടക്കുക. അവരെല്ലാം വീണ്ടും എന്നെ മുക്കി താത്തതാണ്. പക്ഷെ ഇപ്പം ഞാൻ പൊങ്ങി വന്നത് സേഫാക്കി എല്ലാവരെയും നല്ല ഉറപ്പിച്ച് താഴെ വെച്ചിട്ടാണ് മേലോട്ട് വന്നിരിക്കുന്നത്. എനിക്ക് ആ ഭാഗത്ത് ജസ്റ്റ് മോണിറ്റർ ചെയ്താൽ മാത്രം മതി. അതിൽ പല ആൾക്കാരും ഡെപ്ത് ഡ്രൈവിംഗ് പഠിച്ച് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ആ ചെയ്ത ആൾക്കാർക്കൊക്കെ വരുമാനം ഇപ്പോൾ സേഫാണ്. ഇന്ന് പല ആൾക്കാരും പ്രശ്നം ബ്രോൺസ് ഡയറക്ടർ ക്വാളിഫൈ ആണ്, പിറ്റത്തെ മാസം തൊട്ട് ബിസിനസ്സിലേ കാണില്ല. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? പല ബ്രോൺസിനെയും കാണില്ല. പോസ്റ്റ് കാണും, ബ്രോൺസ് ഡയറക്ടറായി പോസ്റ്റ് കാണും, ലൈക്ക് അടിച്ചിട്ടുണ്ടോ, സ്റ്റാറ്റസ് ഇട്ടിട്ടുണ്ടോ, പിന്നെ ആ വ്യക്തിയെ കാണില്ല. എന്തുകൊണ്ടാണെന്ന് അറിയോ? എൻ്റെ കുറ്റമല്ല, കമ്പനിയുടെ കുറ്റമല്ല. അദ്ദേഹം കഷ്ടപ്പെട്ടിട്ടായതല്ല ബ്രോൺസ്. അദ്ദേഹത്തിൻ്റെ താഴെയാണ് ലീഡർമാർ ഇരിക്കുന്നത്. അദ്ദേഹം അറിയാതെ ബ്രോൺസ് ആയ ഡയറക്ടറാണ്. ആ പോസ്റ്റ് ഇട്ട സന്തോഷത്തിലെങ്കിലും അദ്ദേഹം വിജയിക്കട്ടെ, രക്ഷപ്പെടുമെങ്കിലും വെച്ച് നമ്മൾ പോസ്റ്റ് ഉണ്ടാക്കുന്നതാണ്. ആ പോസ്റ്റും കണ്ട് ആ സന്തോഷത്തിൽ മതിമറിഞ്ഞ് പോയിരിക്കുകയാണ്. ആശം തിരിച്ച് ബാക്കോട്ട് നോക്കിയിട്ടേ ഇല്ല. ആ സുഖത്തിൽ ഇങ്ങനെ നടന്ന് ഉല്ലസിച്ച് പോയിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരെ കൂടുതൽ. ഇവിടെ ഒരു ബ്രോൺസ് ഡയറക്ടർ അല്ല നിങ്ങളുടെ ലക്ഷ്യം. നിങ്ങളിതിൽ എങ്ങനെയാണോ ഇപ്രാവശ്യം ബ്രോൺസ് ഡയറക്ടർ ആയത് കഷ്ടപ്പെട്ട് ആയെങ്കിൽ അടുത്ത പ്രാവശ്യം അത് സ്ട്രക്ചർ ചെയ്ത് അതിൻ്റെ അകത്ത് കൂടെ ഒരു 100 രൂപയെങ്കിലും അധികം അടുത്ത പ്രാവശ്യം വാങ്ങിക്കാൻ വേണ്ടി ഒരു 10 PV എങ്കിലും എക്സ്ട്രാ കൊണ്ടുവരാൻ വേണ്ടി വർക്ക് ചെയ്യാൻ ശ്രമിക്കാം. ഇനി അഥവാ സപ്പോസ് നിങ്ങളുടെ ഒരു ഡൗൺലൈൻ നല്ല ലീഡറാണ്, അദ്ദേഹം നന്നായി വർക്ക് ചെയ്ത സമയത്ത് PV കയറി നിങ്ങൾ ബ്രോൺസ് ഡയറക്ടർ ആയെങ്കിൽ പോലും വിഷമിക്കേണ്ട. നിങ്ങൾക്ക് പുതുതായിട്ട് ഇന്ന് ജോയിൻ ചെയ്ത വ്യക്തിയെ പോലെ വർക്ക് ചെയ്താൽ മതി. പല ആൾക്കാർക്കും പ്രശ്നം, താഴെ ഒരാൾ വളരെ സീരിയസ് ആയി വർക്ക് ചെയ്യുന്ന സമയത്ത് വിഷമിച്ച് പോവാണ്, നിർത്തി പോവാണ്. എൻ്റെ താഴെയുള്ള വ്യക്തിക്ക് വരുമാനം കിട്ടുന്നില്ല, വിഷമിച്ച് നിർത്തി പോകുന്ന ആൾക്കാരെ കൂടുതൽ. അവർ സേഫായിട്ട് ആ ബിസിനസ് കൊണ്ടുപോകുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് സുഖമായിട്ട് ഒരു ന്യൂ ജോയിനേഴ്സിനെ പോലെ വർക്ക് ചെയ്യാൻ പറ്റും. ഒരു പുതിയ വ്യക്തിയെ പോലെ ആദ്യമായിട്ട് ഒരാളെ ജോയിൻ ചെയ്യിപ്പിക്കുക, ആ വ്യക്തിയെ ഫാസ്റ്റ് ആയിട്ട് 8% ആക്കുക, അതിൽ താഴെ പുതിയ വ്യക്തിയെ ജോയിൻ ചെയ്യിപ്പിക്കുക, അവരെ ഫാസ്റ്റ് ആയിട്ട് 8% ആക്കി നിങ്ങൾ പതുക്കെ മേലോട്ട് പോയാൽ മതി. നിങ്ങളുടെ സൈഡ് കൂടെയും വന്നോളും. പിന്നെ നിങ്ങൾക്ക് തിരിഞ്ഞു നോക്കേണ്ട ആവശ്യമില്ല. ഇന്ന് പല ആൾക്കാരും നിർത്തി പോവുകയാണ് ആ സമയത്ത്. എപ്പോഴും ഞങ്ങൾ പറയുകയാണ്, നിങ്ങൾ സ്ഥിരമായിട്ട് ഈ ബിസിനസ് നിൽക്കുക, 2-3 വർഷം കമ്മിറ്റഡായി നിൽക്കുക. നിങ്ങൾ ചെറിയ PV കയറി വരുമ്പോൾ സമയത്ത്, നമ്മളുടെ PV കയറുന്ന സമയത്ത് നമ്മൾ 8%, 12%, 16% എത്തുന്ന സമയത്ത് നമുക്ക് സാധാരണ കിട്ടിക്കൊണ്ടിരിക്കുന്ന വരുമാനം, ഇപ്പം 100 PV ചെയ്യുന്ന വ്യക്തി, ആദ്യമായിട്ട് ജോയിൻ ചെയ്ത വ്യക്തി 100 PV ചെയ്യുമ്പം 91 രൂപയാണ് കിട്ടുന്നുണ്ടാവുക. പക്ഷെ അദ്ദേഹം 8% ആയ സമയത്ത് കൺസിസ്റ്റൻസി ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ അദ്ദേഹത്തിന് എമൗണ്ട് കൂടുന്നുണ്ടോ? 12% ആയ സമയത്ത് കൺസിസ്റ്റൻസി ചെയ്യുമ്പോൾ കുറച്ചും കൂടെ എമൗണ്ട് കൂടി. 16% സമയത്ത് നിങ്ങൾ കൺസിസ്റ്റൻസി ചെയ്യുമ്പോൾ നിങ്ങൾ വെറും 100 PV ചെയ്താൽ പോലും നിങ്ങൾക്ക് ടീമില്ലെങ്കിൽ പോലും അതിൻ്റെ 16% നമുക്ക് വരും. ഒരു നഷ്ടം വരില്ല. അവിടെ കസ്റ്റമർ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ, ഒരു 10 കസ്റ്റമർ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾ ഈ വാങ്ങിച്ച സാധനം കംപ്ലീറ്റ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ടോ? ഒരു നഷ്ടം ഉണ്ടാവില്ല. ബിസിനസ് കൊണ്ടുപോകാൻ പറ്റും. ഒരു സമയത്ത് നിങ്ങളോടൊപ്പം നല്ല ആൾക്കാർ വരും.
ഭീമാ മേഡത്തിൻ്റെ ബിസിനസ് 2024 യഥാർത്ഥ ബിസിനസ് എന്താണ് ഭീമാ മേഡത്തിന് മനസ്സിലായത്. അതിന് മുന്നേ ചെയ്തതൊക്കെ ദേഷ്യത്തിലും വിഷമത്തിലും പരാതിയിലും ഒന്ന് നോക്കി നടക്കുന്നില്ല, വിജയിക്കുന്നില്ല. പക്ഷേ എന്തോ ഭാഗ്യത്തിന് അദ്ദേഹം ആ ബിസിനസ് കളഞ്ഞിട്ടില്ല. ഭീമാ മേഡം അന്ന് ആ ബിസിനസ് കളഞ്ഞു പോയില്ലെങ്കിൽ ഞാൻ വീണ്ടും പണിയെടുത്തുകൊണ്ടിരിക്കണം. ഇങ്ങനെ പണിയെടുത്ത് കുറേ ആൾക്കാർ നിർത്തിപ്പോയിട്ടുണ്ട്. എനിക്ക് ഒരാൾക്കെങ്കിലും 1,00,000 രൂപ വരുമാനം വാങ്ങിച്ചു കൊടുക്കണമെന്ന് ആഗ്രഹിച്ച് ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കാം. ഇന്നലെ മിനിഞ്ഞാന്നായിട്ട് ഞാൻ ഗ്രൂപ്പിൽ ചോദിച്ചിട്ടുണ്ട്, ഒരാൾ ഗ്രൂപ്പിൽ നിന്ന് ലെഫ്റ്റ് ആയിട്ടുണ്ടായിരുന്നു. അല്ല, ഞാൻ പല ആൾക്കാരും ചോദിച്ചു, ആ ലെഫ്റ്റ് അയാളെ അറിയാമെന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഈ ബിസിനസ്സിൽ ആദ്യം ജോയിൻ ചെയ്യിച്ച വ്യക്തി മിനിഞ്ഞാന്നാണ് ഗ്രൂപ്പിൽ നിന്ന് ലെഫ്റ്റ് ആയത്. ചോദിച്ചപ്പോൾ പറഞ്ഞു, സാറേ എനിക്ക് ആരും കിട്ടുന്നില്ല പറഞ്ഞു. 3700 പേര് അവരുടെ താഴെയുണ്ട്, അവർ കണ്ടിട്ടില്ല. പാസ്വേഡ് മറന്നു പോയിട്ട് കുറേ കൊല്ലായി എന്ന് പറഞ്ഞു. ആ ഗ്രൂപ്പിലുണ്ട്, അതിൽ നടക്കുന്ന അച്ചീവ്മെൻറ്റ്സ് കാണുന്നുണ്ട്, എല്ലാം കാണുന്നുണ്ട്. പക്ഷേ ബിസിനസ് എന്താണ് ഇപ്പോഴും തിരിച്ചറിഞ്ഞില്ല. 3700 പേര് താഴെ കിടക്കുന്നുണ്ട്. അതിൻ്റെ താഴെയാണ് ഈ കാർ ഫണ്ട് അച്ചീവർ ഭീമാ മേഡം, സുരേഷ് സാറൊക്കെ കിടക്കുന്നത്. ഈ വലിയൊരു ടീമിലെ ലീഡറാണ് പറഞ്ഞ് എനിക്ക് ആരും കിട്ടുന്നില്ല എന്നുള്ളത്. കാരണം എന്താ അറിയോ, അവർ അന്ന് ഐഡിയ എടുത്ത് ജോയിൻ ചെയ്യിപ്പിച്ചിട്ട് പോക്കുപോയതാണ്. ഗ്രൂപ്പിൽ നിന്ന് ലെഫ്റ്റ് ആവാൻ മറന്നുപോയതാണ്. ഇപ്പോഴും ഞാൻ പറയുകയാണ്, നിങ്ങൾ ജസ്റ്റ് ഒരു പുതിയ വ്യക്തിയെ പോലെ സ്റ്റാർട്ട് ചെയ്താൽ പോലും 75,000 വരുമാനം വാങ്ങിക്കാൻ സാധിക്കും. കാരണം ഇവരുടെ ഓർഗനൈസേഷനിൽ വരുന്ന വോളിയം 15,000 PV ആണ്. 3 LOB അവിടെ വരും. പക്ഷേ അപ്പോഴും പറയുന്ന വാക്ക് നെഗറ്റീവാണ്, ആരെയും കിട്ടുന്നില്ല എന്നാണ്. പറഞ്ഞിട്ട് കാര്യമില്ല. വരുമാനം കയ്യിൽ വന്നിട്ടും മഹാലക്ഷ്മി വീട്ടിൽ കയറി വന്നിട്ടും ചിരവയെടുത്ത് അടിച്ചുകൊണ്ടിരിക്കുക. എവിടെ കയറി വരും? വെറും അടിയല്ല, ചിരവയെടുത്ത് അടിക്കുക മഹാലക്ഷ്മി വീട്ടിൽ കയറി വരുമ്പോൾ. ആ അവസ്ഥ നമ്മൾ ആൾക്കാർ കൂടുതൽ നടക്കാം. ഇത്രയും നല്ല ഭംഗിയായിട്ട് ഒരു പണിയും ചെയ്യാതെ നല്ല ടീം സെറ്റ് ചെയ്ത് കൊടുത്തിട്ടും ഇന്നലെ ഗ്രൂപ്പിൽ നിന്ന് ലെഫ്റ്റ് ചെയ്ത സമയത്ത് ഞാൻ എനിക്ക് തന്നെ വിഷമം തോന്നിപ്പോയി. അത്രയും വലിയ ഓർഗനൈസേഷൻ അവരുടെ താഴെയുണ്ട്. വെറുതെ വന്നിട്ട് ഇതിലേക്കൂടെ കയറി പോയി. ആശാരിമാർ മറ്റേ മരത്തിന് ഇതാക്കുന്നില്ല, വരക്കുന്നില്ല. ആ ഒരു വരെ അങ്ങോട്ട് പോയാൽ തന്നെ വരുമാനം 50,000 വരും. അങ്ങനെയാണ് വെറുതെ ഇതിലൂടെ കയറി ഇറങ്ങിപ്പോയാൽ വരുമാനം വരും. ആ ലെവൽ ടീമായിട്ടുണ്ട്. ഇന്ന് നിങ്ങൾ ഒരാൾ ജോയിൻ ചെയ്യാൻ വേണ്ടി കഷ്ടപ്പെടുന്നുണ്ടില്ല, അത്രക്കും വലിയ ടീമൊക്കെ ഉണ്ടാക്കി. കാരണം ഞാൻ അത്രയും ഡെപ്തിൽ താഴെ പോയി വർക്ക് ചെയ്ത് കൊടുക്കും ഓരോ ടീമിലുണ്ട്. അങ്ങനെയൊന്നും ഇന്ന് കേരളത്തിൽ ഒരു ലീഡറും ചെയ്യാറില്ല. എൻ്റെ പേര് അങ്ങനെയാണ് നാട്ടിൽ അറിയപ്പെടുന്നത് തന്നെ. താഴെ പോയി ഡെപ്തിൽ പോയി വർക്ക് ചെയ്യുന്ന ലീഡർ എന്ന രീതിയിൽ നമ്മൾ അറിയപ്പെടുന്നത് അതുകൊണ്ടാണ്. കാരണം എന്തുകൊണ്ടാണ്? അങ്ങനെ ചെയ്താൽ മാത്രമേ ഞാൻ ചെയ്യുന്ന രീതിയിൽ വരുമാനം വാങ്ങിച്ചു കൊടുക്കാൻ പറ്റുള്ളൂ. മറ്റുള്ള എല്ലാ ലീഡറും ചെയ്യുന്നത് എല്ലാവരെയും ജോയിൻ ചെയ്യിപ്പിച്ചത് 1,00,000 രൂപയുടെ പ്രൊഡക്റ്റും 50,000 പ്രൊഡക്റ്റും പർച്ചേസ് ചെയ്യിപ്പിച്ചിട്ട് പുതിയ വ്യക്തിയെ കാണാൻ പോകും, ഈ വ്യക്തി ഉപേക്ഷിക്കണം. അപ്പോൾ ആ ലീഡർമാർക്ക് ആ മാസത്തെ വരുമാനമായി. ഒരാളെ പറ്റിച്ചു, വരുമാനമായി, വേറൊരാളെ പറ്റിക്കുക എന്നുള്ള രീതിയിൽ. പക്ഷെ ഞാൻ ചിന്തിക്കുന്നില്ല, ആരെയും പറ്റിക്കാതെ ഒരാളെയും വേറപ്പിൻ്റെ പൈസ എടുക്കാതെ എല്ലാവരെയും ലക്ഷങ്ങൾ വരുമാനം വാങ്ങിച്ചു കൊടുക്കാവുന്ന രീതിയിലാണ് ഞാൻ കൊണ്ടുപോകുന്നത്. പക്ഷെ അതിലും ബുദ്ധിമുട്ടായി കാണുന്ന ആൾക്കാരായിട്ടുള്ളത്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്, ഇതിൽ ആർക്കെങ്കിലും ഈ ബിസിനസ്സിൽ വിഷമമുണ്ടോ, വിജയിക്കാൻ പറ്റുന്നില്ല എങ്കിൽ, ഇന്ന് ഞാൻ മനസ്സിലാക്കിയ പല നമ്മളുടെ ഡൗൺലൈൻസും കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ പറഞ്ഞാൽ കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്നുണ്ട്, നെഗറ്റീവ് മാത്രം കമ്മ്യൂണിക്കേഷൻ ചെയ്തു നമ്മളവരെ തളർത്താൻ വേണ്ടി. അവരാകെ റിപ്ലൈ തരുന്നത് നെഗറ്റീവ് മാത്രമായിരിക്കും. ഒന്നുകിൽ ആരും വരുന്നില്ല എന്നായിരിക്കും, അല്ലെങ്കിൽ പ്രൊഡക്റ്റ് കിട്ടിയില്ല എന്നായിരിക്കും, അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ ഓപ്പൺ ആവുന്നില്ലായിരിക്കും. ഇങ്ങനെയുള്ള നെഗറ്റീവ് മാത്രമേ ഇങ്ങോട്ട് മേലോട്ട് പാസ് ചെയ്യൂ. വേറൊരു കമ്മ്യൂണിക്കേഷൻ വരാറില്ല. ഞാൻ പല ലീഡേഴ്സ് ചോദിച്ചപ്പോൾ ലീഡർ എൻ്റെ ഡൗൺലൈൻസ് ഒക്കെ നെഗറ്റീവ് മാത്രമേ ഉള്ളൂ സാർ, വേറെ ഒന്നും ചോദിക്കാറില്ല, നല്ല കാര്യമൊന്നും ചോദിക്കാറില്ല, ബിസിനസ് എങ്ങനെ വളരാമെന്ന് ചോദിക്കില്ല, എന്താണ് ഞാൻ ചെയ്യേണ്ടതുള്ളത് ചോദിക്കില്ല, വേറെ ഒരു കാര്യം ചോദിക്കില്ല, ഈ ഓഫർ എന്താണെന്ന് ചോദിക്കില്ല. ആ ഓഫറിനെ കുറിച്ച് പറഞ്ഞു കൊടുത്താൽ അതിനൊരു റിപ്ലൈ തരില്ല. ഓഫർ കിട്ടാതെ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ മാത്രമേ റിപ്ലൈ ഉണ്ടാവും. എന്തുകൊണ്ട് എന്നോട് പറഞ്ഞിട്ടില്ല? ഞാൻ പല ആൾക്കാരെ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഞാൻ എല്ലാവർക്കും ഓരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും, പക്ഷെ അതൊന്നും റിപ്ലൈ തരില്ല, കേൾക്കില്ല. ലാസ്റ്റ് എല്ലാം കഴിഞ്ഞ് എല്ലാവർക്കും കിട്ടിയ സമയത്തേക്ക് ഇതെന്താ എന്നോട് പറയാതിരുന്നത്? ദൈവസഹായിച്ച് എൻ്റെ മൊബൈൽ നല്ല കപ്പാസിറ്റിയുള്ള മൊബൈൽ ആയതുകൊണ്ട് ഞാൻ മെസ്സേജ് സ്റ്റാർട്ട് ചെയ്ത് അന്ന് തൊട്ടിൽ ഇന്ന് വരെ ഒരാളെ മെസ്സേജും ഡിലീറ്റ് ആക്കിയില്ല. ഞാൻ ആദ്യം ജോയിൻ ചെയ്യിപ്പിച്ച വ്യക്തിയുടെ ആ മെസ്സേജ് തൊട്ടിട്ട് ഇന്ന് വരെയുള്ള ഭീമാ മേഡം 2.5 വർഷമായെങ്കിൽ ഭീമാ മേഡത്തിന് ആദ്യം ഞാൻ അയച്ച ഹായ് തൊട്ടുള്ള മെസ്സേജ് എൻ്റെ മൊബൈലിൽ ഇപ്പോഴും ഉണ്ട്, ഞാൻ ഡിലീറ്റ് ആക്കാറില്ല കേട്ടോ. അതുകൊണ്ടാണ് പറഞ്ഞത്, ഞാൻ ആർക്ക് എന്ത് മെസ്സേജ് ചെയ്തത് അവിടെ തന്നെ കിടക്കും. എൻ്റെ മൊബൈൽ നല്ല മൊബൈലാണ്, കുറച്ച് ദിവസം കൂടെ അതിന് ടൈമുള്ളൂ. ഐഫോണിൻ്റെ പഴയ മൊബൈലാണ്, പഴയ വെർഷനാണ്, സപ്പോർട്ട് ചെയ്യുന്നില്ല. മെയ് 5-ാം തീയതി വരെ ആ മൊബൈൽ നിലനിൽക്കുന്നു അവരെന്നെ കമ്പനിനെ പറഞ്ഞിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് സർവീസ് തരാൻ താല്പര്യമില്ലാന്ന് ഐഫോൺ എനിക്ക് മെസ്സേജ് അയച്ചു. പക്ഷേ ഞാൻ മെയ് 5-ാം തീയതി ഓടിക്കുക ഫോൺ, അത്രയ്ക്ക് നല്ല ഫോണാണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് ഇതിൽ പറയാനുള്ളത്. 57 പേര് ഇതിൻ്റെ അകത്ത് കിടക്കുന്നത്. ഇപ്പോഴും വിജയിക്കണമെന്ന് ആഗ്രഹമുണ്ടോ? പുതിയ ആൾക്കാർ കുറേ ആൾക്കാരുണ്ട്. രേഷ്മ, UK, ഉനൈസ,
സാബിറ, കുറേ പുതിയ ആൾക്കാരിൻ്റെ അതിൽ സജിത മേഡം ഒരു വ്യക്തി ഞാൻ ആദ്യമായിട്ട് വീഡിയോ ഓണാക്കിയുണ്ട്. നമ്മുടെ നീലഗിരി സാജിതയല്ല, വേറൊരു സജിതയുണ്ട് ഇതിനകത്ത്. പുതുതായിട്ട് വന്നിരിക്കുന്ന ആളാണെന്ന് വിശ്വസിക്കുന്നു. ബബിത പുതിയതാണ്. കുറേ പുതിയ ആൾക്കാരുണ്ട്. നിങ്ങളെല്ലാവരും ഈ ഒരു ഓർഗനൈസേഷനെ വിശ്വസിക്കാൻ ശ്രമിക്കുക സുഹൃത്തുക്കളെ. നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഒരു കമ്മിറ്റ്മെൻറ്റ് ഭാഗമായിട്ട് നമ്മളുടെ എല്ലാവരും റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുക. ഒരു 3000 രൂപയുടെ പ്രൊഡക്റ്റ് വാങ്ങിക്കുന്നത് അത് എന്താ പറയുക, ഇൻവെസ്റ്റ്മെൻ്റ് അല്ല കേട്ടോ. ഒരു 3000 രൂപയുടെ പ്രൊഡക്റ്റ് നിങ്ങളിലൂടെ കമ്പനിക്ക് ഒരു ടേൺ ഓവർ ഉണ്ടാക്കി കൊടുക്കാൻ ആ ഒരു ഉത്തരവാദിത്വം നമ്മൾ ഏറ്റെടുക്കാൻ ശ്രമിക്കുക. അതുകൂടാതെ ഈ വാങ്ങിക്കുന്ന ആൾക്കാർ 100 PV ഒക്കെ വാങ്ങിക്കുന്ന നിങ്ങൾ എല്ലാ ലീഡേഴ്സും ശ്രദ്ധിക്കുക. നിങ്ങളോടൊപ്പം ആരെങ്കിലും ബിസിനസ്സിൽ ഉണ്ടെങ്കിൽ എല്ലാവരും പ്രശ്നം ഇതാണല്ലോ, ഐഡിയ എടുത്ത വ്യക്തി പിന്നെ ഫോൺ എടുക്കുന്നില്ല പറയും. ഈ ഐഡിയ എടുത്ത വ്യക്തി ഫോണും എടുക്കുന്നുണ്ട്, മെസ്സേജ് റിപ്ലൈ തരുന്നുണ്ട്, മീറ്റിംഗും അറ്റൻഡ് ചെയ്യുന്നുണ്ട്, 100 PV പ്രൊഡക്റ്റ് പർച്ചേസിങ് ചെയ്യുന്നുണ്ട്. അവരെങ്ങനെയെങ്കിലും പിടിച്ചിരുത്തിക്കാൻ നോക്കണം ലീഡേഴ്സ്. എല്ലാ ലീഡേഴ്സും റിക്വസ്റ്റ് കേട്ടോ. ഇതിലുള്ള സീരിയസ് ആയിട്ട് ലീഡേഴ്സിൽ പറയുകയാണ്, നിങ്ങൾ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ കൂടെ ഒരു ഡൗൺലൈൻസ് എങ്കിലും മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുന്നുണ്ടോ, അദ്ദേഹം എല്ലാ മീറ്റിങ്ങിലും കാണുന്നുണ്ടോ, അദ്ദേഹം പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുന്ന വ്യക്തിയാണോ, വിജയിക്കണം എന്ന് ആഗ്രഹമുള്ളതുകൊണ്ടാണ്. അവരെ സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക. അവരെ നിങ്ങൾ നോട്ടീസ് ചെയ്യുക. അവർക്ക് വേണ്ടുന്ന സപ്പോർട്ട് ചെയ്ത് കൊടുക്കണം. അവർക്ക് ടീം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിങ്ങളെ കൊണ്ട് ആവുകയാണെങ്കിൽ 1-2 ജോയിനിങ് ആക്കി കൊടുക്കാൻ സാധിക്കുകയാണെങ്കിൽ ജോയിനിങ് ആക്കി കൊടുക്കുക. അവരെ പിടിച്ചിരുത്താൻ നോക്കുക. ആ ടീം ജസ്റ്റ് ഒന്ന് മൂവ് ചെയ്ത് പോകുന്ന സമയത്ത് നിങ്ങളുടെ അടുത്ത ടീമിലേക്ക് പോകാൻ ശ്രമിക്കുക. ആ ടീമിനെ താഴെ തന്നെ പോയി വർക്ക് ചെയ്യാനല്ല, അടുത്ത ടീമിനെ ഫോക്കസ് ചെയ്യും വേണം. എപ്പോഴും ശ്രദ്ധിക്കണം. ഞാൻ പല ആൾക്കാരെ ശ്രദ്ധിക്കാമെന്ന് അറിയോ, നിങ്ങൾക്ക് പല ആൾക്കാർ എക്സ്പീരിയൻസ് ഉണ്ടാവുമായിരിക്കും. നിങ്ങൾ കൂടെ 1-2 ജോയിനിങ് ഉണ്ടാവും, മീറ്റിങ്ങിലുണ്ടാവും, പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുന്നുണ്ടോ, യൂസ് ചെയ്യുന്നുണ്ടോ, നല്ല കട്ടൊക്കെ നിൽക്കുന്നുണ്ടാവും. പക്ഷേ നിങ്ങളുടെ ലക്ഷ്യം പുതിയ ഒരാളെ ജോയിൻ ചെയ്യിപ്പിക്കാനായിരിക്കും. കുറേ ശ്രമിക്കും, പുതിയ ആൾ ജോയിൻ ആയി വരുന്നുണ്ടാവും, അപ്പോഴേക്ക് ഇവർ നിർത്തിപ്പോയിട്ടുണ്ടാവും. ഈ ടീം പോയി, ആ വ്യക്തി പിന്നെ വിളിക്കണ്ട. ഇനി വിളിച്ചാൽ പോലും ആൾ വരില്ല. ആ സമയത്തായിരിക്കും അദ്ദേഹം ഉറങ്ങി, ഇനി അദ്ദേഹത്തെ നോക്കിയിട്ട് കാര്യമില്ല. ആ സമയത്ത് നിങ്ങൾ ഒരാളെ പിടിച്ച് താഴെ കൂടെ ജോയിൻ ചെയ്യിപ്പിക്കും. അവിടെ 100 PV പർച്ചേസ് ചെയ്യിപ്പിച്ച് ആളെ ചാർജാക്കാൻ നോക്കും. ചത്ത കോഴിയുടെ ജാതകം നോക്കുന്ന പറയാം. ശരിയാണോ? പല ആൾക്കാരും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് അങ്ങനെ. ആ വ്യക്തി ബിസിനസ് നിർത്തിയതിന് ശേഷം അവർ ഇനി വിളിച്ചാൽ ഫോൺ എടുക്കാത്ത അവസ്ഥ വരുന്ന സമയത്ത് ഗ്രൂപ്പിൽ നിന്ന് ലെഫ്റ്റ് ആയതിനു ശേഷം ചിലപ്പോൾ അവർ താഴെ ജോയിൻ ചെയ്യിപ്പിച്ച് പറയും, ഇതാ ഞാൻ അവിടെ ഒരാളാക്കിയെന്ന് പറയും. ഒരു പ്രയോജനം കിട്ടാൻ പോകുന്നില്ല. അദ്ദേഹം മീറ്റിങ്ങിലുണ്ടെങ്കിൽ, അദ്ദേഹം പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ, ചിലപ്പോൾ ഒരു 10 PV ചെയ്തിട്ടുണ്ടെങ്കിലും മീറ്റിംഗ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ സാഹചര്യം കൊണ്ടായിരിക്കും ചിലപ്പോൾ 10 PV ചെയ്തിട്ടുണ്ടാവുക. അവരെ സപ്പോർട്ട് ചെയ്യാൻ സാധിക്കുവാണെങ്കിൽ സപ്പോർട്ട് ചെയ്യാം. സാധനം വാങ്ങിച്ചു കൊടുക്കാനോ പൈസ കൊടുക്കാനോ ഒരിക്കലും ചെയ്യരുത് കേട്ടോ. പൈസ കൊടുത്തു കഴിഞ്ഞാൽ, സാധനം വാങ്ങിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് ദൈവം ഒരു ഓപ്പർച്യൂണിറ്റി ബിസിനസ് ചെയ്യാൻ വേണ്ടി കൊടുത്തതാണ്. നിങ്ങളായിട്ട് അദ്ദേഹത്തിന് ഈ ബിസിനസ് ചെയ്യാതിരിക്കാൻ വേണ്ടി പൈസ കൊടുത്ത് സഹായിക്കുന്ന അവസ്ഥയെ വരും. അങ്ങനെ ചെയ്തു കൊടുത്ത് ഞാൻ ആദ്യം കുറേ മണ്ടത്തരം കാണിച്ചത്. അങ്ങനെ ചെയ്യാതിരിക്കുക. അവർക്ക് ആഗ്രഹമുള്ളത് എന്ത് വാങ്ങിച്ചോട്ടെ കുഴപ്പമില്ല, പക്ഷെ അവർ സപ്പോർട്ട് ചെയ്യുക. ടീം ഉണ്ടാക്കാൻ വേണ്ടി സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക. കാരണം നിങ്ങളുടെ ടീം എത്രത്തോളം ഡെപ്ത് വളരുവാണോ, അത്രയും ഡെപ്ത് വളരുവാണോ നിങ്ങളുടെ ലക്ഷ്യം കൂടുകയാണ്. എത്ര താഴെ പോയി വർക്ക് ചെയ്യാൻ പറ്റുമോ നിങ്ങളുടെ വരുമാനം ലക്ഷങ്ങൾ കൂടി വരും. നിങ്ങൾക്ക് ഒരു 3 ലെഗ് മതി. സ്ട്രോങ് ടീം 3 ഉണ്ടെങ്കിൽ എത്ര ലക്ഷം വരെ വാങ്ങിക്കാം. 3 സ്ട്രോങ് ഉണ്ടെങ്കിൽ. അതൊക്കെ ഭീമ മേഡം ഓൾറെഡി ടീം സ്ട്രക്ചർ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഷാവുൽ സാർ ടീം സ്ട്രക്ചർ ചെയ്തുകൊണ്ടിരിക്കുക. സുഷിത മേഡം ടീം അതേപോലെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. വിനോദ് അതേപോലെ വർക്ക് ചെയ്യുക. കുറേ ആൾക്കാർ, കുറേ ലീഡേഴ്സ് നല്ല രീതിയിൽ സ്ട്രക്ചർ ചെയ്ത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് സമയം എടുക്കും. ഈ 2025 ആകുമ്പോഴേക്കും 1 ലക്ഷം രൂപ വരുമാനം വാങ്ങിക്കുന്ന ഒരു 3 പേരെങ്കിലും, 4 പേരെങ്കിലും, 5 പേരാണോ ഉണ്ടാവും. നമ്മുടെ ഓർഗനൈസേഷനിൽ 1 ലക്ഷം രൂപ വരുമാനം വാങ്ങിക്കുന്ന 10 പേരെങ്കിലും ഉണ്ടാവണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടോ നിങ്ങൾ ആരെങ്കിലും? ആഗ്രഹമുണ്ട്, എല്ലാവർക്കും ആഗ്രഹമുണ്ട്. ഒരാൾക്കും ആഗ്രഹമില്ല. ചോദിച്ചാലും പറയും ആർക്കും ആഗ്രഹമില്ലാതെ. എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷെ ഞാൻ കല്യാണത്തിന് പോകണം. 2 ആഴ്ച അളിയൻ്റെ കല്യാണമാണ്. ഇനി ആ ഭാഗത്ത് തിരിഞ്ഞു നോക്കാൻ പറ്റില്ല. അത് കഴിഞ്ഞാൽ വേറൊരു അനിയത്തിൻ്റെ പ്രസവം കൂടെ കഴിഞ്ഞിട്ട് ഞാൻ ഈ ബിസിനസ്സിലേക്ക് വരുള്ളൂ സാർ. അപ്പോഴേക്കും ജോയിൻ ചെയ്ത ടീമൊക്കെ നിർത്തി പോയിട്ടുണ്ടാവും. പിന്നെ തിരിച്ച് വന്നിട്ടാകുമ്പോൾ സാറേ ആരുമില്ല കേട്ടോ, അവരൊക്കെ നിർത്തി. ഇങ്ങനെയുള്ള കുറേ അപ്ലൈ ലീഡേഴ്സും നമ്മളോടൊപ്പം ഉണ്ട്. എന്താ ചെയ്യുക? പണ്ടൊക്കെ ആണെങ്കിൽ എനിക്ക് കുറച്ച് സഹായിക്കാനും ടൈം ഉണ്ടായിരുന്നു, അവരുടെ ടീമിനെ നോക്കാനും സമയമുണ്ടായിരുന്നു, അവരുടെ ഓൺലൈൻസിനോട് സംസാരിക്കാനും സമയമുണ്ടായിരുന്നു. ഇന്ന് ഞാൻ ആരോടെ സംസാരിക്കുന്നറിയോ? എൻ്റെ മൊബൈലിൽ ഇപ്പോൾ ആരാ മെസ്സേജ് വരുന്നത് അവരോട് സംസാരിക്കും. ഈ അടുത്ത മെസ്സേജ് ആരാണോ അവരോട് സംസാരിക്കും. അടുത്ത മെസ്സേജ് ആരാണോ അവരോട് സംസാരിക്കും. അതിന് മുന്നേ 10 മിനിറ്റ് മുന്നേ മെസ്സേജ് ആരാണോ ഞാൻ സംസാരിക്കില്ല. സമയമില്ല. ദേഷ്യം കൊണ്ടോ അഹങ്കാരം കൊണ്ടല്ല, അത് താഴോട്ട് പോകാൻ സമയമില്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഇടയ്ക്കിടയ്ക്ക് ഹായ് ഇട്ടുകൊണ്ടിരിക്കാനില്ല കേട്ടോ. അവരോട് ഞാൻ സംസാരിക്കില്ല. നിങ്ങളുടെ ബിസിനസ്സിൽ വളരാനും ഉയരാനും പഠിക്കാനും എന്തെങ്കിലും അറിയാനും
മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുക, സംസാരിച്ചുകൊണ്ടിരിക്കുക. പുതിയ വ്യക്തികൾ ദയവ് ചെയ്തിട്ട്, ഞാൻ ഒരുപാട് പുതിയ വ്യക്തികളെ റിക്വസ്റ്റ് ചെയ്ത് മെസ്സേജ് അയക്കുകയാണ്, അതുപോലും കാണാത്ത ആൾക്കാരാണ്. എൻ്റെ റിക്വസ്റ്റ് കണ്ടിട്ട് പോലും അവർക്ക് സങ്കടം തോന്നിച്ച്, വിഷമം തോന്നിച്ച് ഞാൻ എന്താ ചെയ്യേണ്ടത്? ഞാൻ ആ ചെയ്യേണ്ട കാര്യം പറഞ്ഞു കൊടുക്കും. പിന്നെ അടുത്ത മാസം സംക്രമം കഴിഞ്ഞ ശേഷം ഒരു മെസ്സേജ് വരുള്ളൂ. എങ്ങനെ ഞാൻ അവർ വിജയിപ്പിക്കും? 15-ാം തീയതി കണക്കിന് നമ്മൾ മലയാള കലണ്ടറിൽ സംക്രമം അല്ലേ, അടുത്ത സംക്രമം വരണം. പിന്നെ അവർ അടുത്ത ഹായ്ക്ക് റിപ്ലൈ വരാൻ വേണ്ടി എങ്ങനെ ഞാൻ അവരെ ബിസിനസ്സിലൂടെ വരുമാനം വാങ്ങിച്ചു കൊടുക്കും? പറ. ഇങ്ങനെയുള്ള കുറേ പുതിയ ആൾക്കാരെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. സങ്കടം കൊണ്ട് പറയുകയാണ്, ഞാൻ ഒരുപാട് ആൾക്കാരെ, പുതിയ ആൾക്കാരെ റിക്വസ്റ്റ് ആണ്, ഞാനിതിൽ വിജയിപ്പിച്ച് തരാൻ കൂടെ നിൽക്കൂ എന്നുള്ളത്. എൻ്റെ പേഴ്സണൽ ജോയിൻ വന്ന ആൾക്കാരുണ്ട്, പുതുതായി ഞാൻ ജോയിൻ ചെയ്യിപ്പിച്ച ആൾക്കാർ 10-15 പേരുണ്ട്. അവർ പല ആൾക്കാർ ഇപ്പോഴും ഷോക്ക് അടിച്ചോടെ നിൽക്കുകയാണ്. ഇങ്ങനെ ആരും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല, ഇവർ ലീഡർമാർ ഇങ്ങനെ കണ്ടിട്ടില്ല സാറേ എന്ന് പറഞ്ഞു. ഞാൻ ഒരുപാട് തട്ടിപ്പ് പരിപാടി പൈസ കളഞ്ഞിട്ടുണ്ട്, പക്ഷെ ഇങ്ങനെ ഒരാൾ സംസാരിക്കുന്നത് കണ്ടിട്ടില്ല പറഞ്ഞു. അതും കുറ്റമായിപ്പോയി ഇപ്പോൾ, മനസ്സിലായില്ലേ? അതുവരെ കുറ്റമായിട്ട് കാണുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ആ ലെവലിൽ ചിന്തിക്കാതിരിക്കുക. നമുക്ക് എല്ലാവർക്കും ഒരുമിച്ചിട്ട് ഒരു കൂട്ടായ്മയോടെ കേരളത്തിലെ ഓൺലൈനിലൂടെ ബിസിനസ് ചെയ്തുകൊണ്ട് ലക്ഷങ്ങൾ വരുമാനം വാങ്ങിക്കുന്ന ഒരു 100 പേരെ ക്രിയേഷൻ ചെയ്ത ഒരു ഓർഗനൈസേഷൻ എന്ന വ്യക്തി ഞാനായി മാറുന്ന എനിക്ക് ആഗ്രഹമുണ്ട്. അങ്ങനെ എന്നെ അനുവദിക്കുമോ? 100 കുടുംബങ്ങളിലേക്ക് 1 ലക്ഷം രൂപ മാസ വരുമാനം എത്തിച്ചു കൊടുത്ത ലീഡർ എന്ന വ്യക്തി, ആ പേര് എനിക്ക് വേണമെന്ന് ആഗ്രഹമുണ്ട്. സമ്മതിക്കുമോ? അത് നിങ്ങൾക്കാണ്. അതുകൊണ്ടാണ് ഇന്ന് കയറി 76 പേര് മീറ്റിംഗ് അറ്റൻഡ് ചെയ്തതിൽ ലെഫ്റ്റായി പോയവരും അതിനകത്തുണ്ട്. ഇന്ന് കയറാൻ പറ്റാത്ത കുറേ ആൾക്കാരുണ്ട്, അവരും അതിലുണ്ട്. നിങ്ങൾ ഓക്കെ ആണോ? കൂടെ നിൽക്കുമോ? റെഡിയാണോ എന്ന് വെച്ച് നാളെ എന്താ ചെയ്യേണ്ടത്? എല്ലാ ദിവസവും 2 മണിക്കുള്ള പ്ലാനിലേക്ക് നിങ്ങൾ ആളെ റെഡിയാക്കി വെക്കണം സുഹൃത്തുക്കളെ. 10, 25, 50 പേരോട് പറയും വാട്സപ്പ് ബ്ലോക്ക് ആണെങ്കിൽ ഒരു സിമ്മും കൂടി എടുത്തോ, ഫ്രീ ആയിട്ട് കിട്ടും സിമ്മ്. ഒരു സിമ്മും കൂടി എടുത്തു, അതും വാട്സപ്പ് ആക്കി വെക്കും, ബിസിനസ് വാട്സപ്പ് ആക്കും, ഷെയർ ചെയ്യൂ, സ്പാം അടിച്ചുകൊണ്ട് അടുത്തതിൽ വരട്ടെ. ഇപ്പുറത്ത് മാറി അടിക്കൂ, ലിങ്ക് അയച്ചുകൊണ്ടിരിക്കും, നമ്മൾ ഇൻവൈറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഓൺലൈനിലൂടെ നമുക്ക് തകർക്കാം സുഹൃത്തുക്കളെ, ഓൺലൈനിലൂടെ തകർക്കാം. ഇന്ന് പല ലീഡർ, ഇന്ന് ഭീമാ മേഡത്തിൻ്റെ പോസ്റ്റ് ഇട്ട സമയത്ത് എന്നെ വിളിക്കാത്ത ലീഡർമാരല്ല കേരളത്തിൽ. ഇന്ന് ഭീമാ മേഡത്തിൻ്റെ ആൾക്കാർ പർച്ചേസ് ചെയ്ത ഷോപ്പിൽ നിന്ന് എന്നെ വിളിച്ചു, ഭീമാ മേഡം നിങ്ങളുടെ ടീമാണല്ലേ. ഇന്ന് വിളിച്ച ലീഡർമാരൊക്കെ, സാറേ ഇവർ എവിടെ കേരളത്തിൽ എവിടെയാണ് ഇവർ? ഞാൻ കൊല്ലത്താണ്, ചടയമംഗലത്താണ്. അവിടെ ഫിസിക്കൽ CEO ഉണ്ടോ? ഞാനില്ല. പിന്നെ എങ്ങനെ കാർ ഫണ്ട് അച്ചീവർ? ഞാൻ കുറേ കൊല്ലം, എനിക്ക് ഇതുവരെ കാർ ഫണ്ട് അച്ചീവർ ആയിട്ടില്ല. ഞാൻ ഗ്രൗണ്ട് ഡയറക്ടറാണ്, എനിക്ക് ഇതുവരെ കാർ ഫണ്ട് കിട്ടിയില്ല എന്ന് പറഞ്ഞു. ഇതുവരെ കിട്ടിയില്ല. 2 വർഷം മുന്നേ സ്റ്റാർ ആയവർക്കും കാർ ഫണ്ട് കിട്ടിയിട്ടില്ല. കഴിഞ്ഞ 3 മാസം മുന്നേ സ്റ്റാർ ഡയറക്ടർ ഭീമാ മേഡം കാർ ഫണ്ട് അച്ചീവർ ആയിട്ടുണ്ട്. ഇനി നമ്മുടെ ഓർഗനൈസേഷനിൽ ആര് സ്റ്റാർ ആവുന്നുണ്ടോ അവർ 100% കാർ ഫണ്ട് അച്ചീവർ ആണ്. ആര് ക്രൗഡ് ആവുന്നുണ്ടോ അവർക്ക് വീടിൻ്റെ ഫണ്ട് കിട്ടും. ആ ലെവലിലാണ് നമ്മുടെ ടീമിനെ സ്ട്രക്ചർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ ലെവലിലാണ് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോയിരിക്കുന്നത്. നമ്മൾ ആ രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ടാവും. നാളെ രാവിലത്തെ CEP നിങ്ങൾ എല്ലാവരും ഉണ്ടാവുമോ? വിന്നിങ് ടീമിൻ്റെ ആണ്, നമ്മളതല്ല. നാളെ രാവിലെ വിന്നിങ് ടീമിൻ്റെ CEP ആണ്. മറ്റന്നാൾ നമ്മുടെ ലൈവ് സെഷനാണ് CEP-യുടെ. അതിനപ്പുറം വെള്ളിയാഴ്ചയും നമ്മളെ ലൈവ് സെഷനാണ്. ഇനി ഇടയ്ക്കിടയ്ക്ക് ആഴ്ചയിൽ 1-2 ലൈവ് സെഷൻ നമ്മുടെ ടീം ലീഡേഴ്സ് തന്നെ സെഷൻ ചെയ്യുന്നുണ്ടാവും. ഇനി എല്ലാം നമ്മൾ തന്നെ ചെയ്യാൻ ലെവലിലേക്ക് പോവാണ്. നിങ്ങളെല്ലാ ലീഡേഴ്സും അതുപോലെ പഠിക്കാനും വളരാനും ഉയരാനും പ്രൊഡക്റ്റുകൾ ഉപയോഗിക്കാനും കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്യാനും നല്ലൊരു ആരോഗ്യം ഉണ്ടാക്കാനും ലക്ഷങ്ങൾ വരുമാനം ഉണ്ടാക്കാനും നമ്മൾ ഓർഗനൈസേഷൻ കട്ടയ്ക്ക് കൂടെ നിൽക്കുക. ഒരു കൂട്ടായ്മയോടെ നമുക്ക് എല്ലാവർക്കും വിജയിക്കാൻ സാധിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. വിഷ് യു വെൽ ആൻഡ് ഗുഡ് നൈറ്റ്.